മത്തായി സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 22 വരെ. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന് പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ ശബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ ശബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളും വായിക്കാം. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസായിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. മതി, താങ്ക് യു. 2 വേദഭാഗങ്ങളാണ് നമ്മളിന്ന് വായിച്ചത്. ഈ വേദഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് ഞാനിന്ന് പറയാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു പദപ്രയോഗമാണ്, എന്നെ അനുഗമിക്കുക, എൻ്റെ പിന്നാലെ വരിക. മത്തായി സുവിശേഷമാണ് ആദ്യത്തെ സുവിശേഷമായിട്ട് നമ്മൾ വായിക്കുന്നത്. മത്തായി സുവിശേഷ പ്രകാരം യേശു ആദ്യമായി സംസാരിക്കുന്നത് തന്നെ, പൊതുവായി സ്ഥലത്ത് സംസാരിക്കുന്നത് തന്നെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവസാനത്തെ സുവിശേഷം യോഹന്നാൻ സുവിശേഷമാണ്. യോഹന്നാൻ സുവിശേഷ പ്രകാരം അവസാനമായി യേശു പറഞ്ഞതും എന്നെ അനുഗമിക്കുക എന്നതാണ്. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സ്വർഗാരോഹണത്തിന് മുൻപ് ഗനസരത്ത് തടാകത്തിൽ വെച്ച് കരയിൽ വെച്ച് പത്രോസിനെ വെളിപ്പെടുമ്പോൾ പത്രോസിനോട് കർത്താവ് സംസാരിക്കുകയാണ്. യോഹന്നാൻ്റെ മകനായ ശീമോൻ, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യമൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ കർത്താവ് ഈ പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, നീ പ്രായമാകുമ്പോൾ നിനക്കിഷ്ടമില്ലാത്തടത്ത് നിന്നെ ആൾക്കാർ കൊണ്ടുപോകുന്നൊരു സമയം വരും. ഇതൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, പക്ഷേ നീ എന്നെ അനുഗമിക്കുക. ഇതെഴുതിയിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 21-ന്റെ 19 മുതലുള്ള വാക്യങ്ങളിലാണ്. കുറച്ച് കഴിഞ്ഞ് മുമ്പിലേക്ക് പോകുമ്പോൾ യോഹന്നാൻ വരികയാണ്, യേശുവിൻ്റെ നെഞ്ചോട് ചാരിയിരുന്ന യേശുവിനെ സ്നേഹിച്ച ശിഷ്യൻ. അപ്പോൾ യോഹന്നാൻ ചോദിക്കുകയാണ് യേശുവിനോട്, യോഹന്നാനെ കണ്ടപ്പോൾ പത്രോസ് ചോദിക്കുകയാണ്, കർത്താവ് ഇവൻ എന്ത് ഭവിക്കും എന്ന് ചോദിക്കുകയാണ്. അങ്ങ് പോവുകയാണെന്ന് പറഞ്ഞു, ഇത്രയും കാലം അങ്ങയോട് ചേർന്നിരുന്നവനാണ് ഇവൻ എന്ത് ഭവിക്കും? യേശു പറഞ്ഞു, ഞാൻ വരുവോളം ഇവൻ ജീവിച്ചിരിക്കണമെന്ന് എനിക്കുണ്ടെങ്കിൽ നിനക്കെന്താണ്? നീ എന്തിനാ അവനെക്കുറിച്ച് ചിന്തിക്കണം? എന്നാൽ നീയോ എന്നെ അനുഗമിക്കുക. നീ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, നീ എന്നെ അനുഗമിക്കുക. അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് യോഹന്നാൻ സുവിശേഷം അവസാനിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട, ഇറ്റ്സ് എ സോ സിഗ്നിഫിക്കൻറ്റ് മെസ്സേജ് ഓഫ് ജീസസ്. ഫോളോ മീ, എന്നെ അനുഗമിക്കുക. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, എന്താണ് യേശു പറഞ്ഞത്?
നമ്മളിത് ഇനി സുവിശേഷം ശ്രദ്ധയോടെ വായിച്ചാൽ ആവർത്തിച്ച് യേശു പല പ്രാവശ്യം പലരോടും പറഞ്ഞു. ചിലരിത് കേട്ട് അന്ധമായി യേശുവിനെ അനുഗമിച്ചു, ചിലർ അനുഗമിക്കാതെ പോയി. ഒരാളാണെങ്കിൽ വളരെ ധനവാനായതുകൊണ്ട് ദുഃഖിച്ചു പോയി. ഒരാൾ പറഞ്ഞു കുറച്ചു ദൂരം കഴിഞ്ഞിട്ട് ഞാൻ വരാം, അപ്പനെ അമ്മയൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ഞാൻ വരാം, അനുഗമിക്കാം. ഇങ്ങനെ പലരും പല രീതിയിൽ പറഞ്ഞു. ചിലർ പറഞ്ഞു ഇത് വളരെ കഠിന ഉപദേശമാണ്, അങ്ങനെ അനുഗമിക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ യേശു ഒറ്റ കാര്യമാണ് പറഞ്ഞത്, എന്നെ അനുഗമിക്കുക, വേറെ ഒന്നും പറഞ്ഞില്ല. ഫോളോ മീ. ഈ വിളി എനിക്ക് തോന്നുന്നത് ഇന്നും തുടരുകയാണ്. യേശു മതം മാറാൻ പറഞ്ഞില്ല. മതത്തിൻ്റെ ഏതെങ്കിലും ആചാരങ്ങളിൽ നിങ്ങൾ ചെന്ന് പെടാൻ പറഞ്ഞില്ല. റിച്വൽസ് ഓഫ് റിലിജിയൻ. അന്നും യഹൂദ മതത്തിലാണ് യേശു ജനിച്ചു വളർന്നത്. പുതിയൊരു മതം ഉണ്ടാക്കാൻ പറഞ്ഞതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ, എഴുതിയിട്ടില്ല. യേശു പറഞ്ഞത് എന്നെ അനുഗമിക്കുക. എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശുവിനെ അനുഗമിക്കാൻ ആരും മതം മാറണ്ട. യേശുവിനെ അനുഗമിക്കുന്നവർ എവിടെയെങ്കിലും പേര് ചേർക്കണമെന്നില്ല. യേശുവിനെ അനുഗമിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയാൽ യേശുവിനെ അനുഗമിക്കാൻ പറ്റുമെന്നില്ല. ഇല്ല. യേശുവിനെ അനുഗമിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ്, നമ്മുടെ വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ടാണ് വലിയൊരു കൂട്ടം ജനം വടക്കേ ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗത്തും യേശുവിനെ അനുഗമിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരതിനെ മതപരിവർത്തനം എന്നൊക്കെ പറയുന്നു. ചിലരതിനെ നിഷേധിക്കുന്നു, ചിലരതിനെ നിർബന്ധപൂർവ്വം മതപരിവർത്തനമാണ് എന്ന് പറഞ്ഞ് പാവങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുകയും ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടുകയൊക്കെ ചെയ്യുന്നു. ഇന്ത്യയിൽ പിന്നെ എന്തും നടക്കും. അതുകൊണ്ട് കുറേ പേര് ജയിലിൽ കിടക്കുന്നു ഇപ്പോഴും അതിൻ്റെയൊക്കെ പേരിൽ. പക്ഷെ നമ്മൾ ശരിക്കും പഠിച്ചാൽ യേശു പറഞ്ഞത് എന്നെ അനുഗമിക്കുക എന്നാണ്. അപ്പം ഇതാണ് ഇന്ന് പ്രഭാതത്തിൽ ഈ 2-ാം ശനിയാഴ്ച യോഗത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. യേശു ഇന്നും വിളിക്കുകയാണ്, എന്നെ അനുഗമിക്കുക. നമ്മളെല്ലാവരും ജനിച്ചു വളർന്നത് ക്രിസ്തീയ കുടുംബത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോകുന്നവരായി തീർന്നു, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസമുള്ളവരായി തീർന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ ശോധന ചെയ്യണത് നല്ലതാണ്. ഞാൻ യേശുവിനെ അനുഗമിക്കുന്നുണ്ടോ? യേശുവിൻ്റെ നിലപാടുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇതാണ് ഇന്നത്തെ ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിനുശേഷം നമ്മളിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിനെ അനുഗമിച്ച ആൾക്കാർ വേദപുസ്തകപരമായി നോക്കുമ്പോൾ കുറേ പേര് യേശു ശിഷ്യന്മാരെ, ഇവിടെ നമ്മൾ ശിഷ്യന്മാർ എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഈ ഗുരു ശിഷ്യൻ, ഗുരുവും കുട്ടിയും എന്ന അർത്ഥത്തിലല്ല. ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് ചേല എന്നാണ്. ശിഷ്യൻ എന്നുള്ള വാക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ഗുരുകുലത്തിലൊക്കെ പഠിക്കുന്ന ഗുരുവും ശിഷ്യനും ആ ശിഷ്യ ഗുരു ബന്ധമല്ല. ബൈബിളിൽ പറയുന്ന ശിഷ്യൻ എന്ന് പറയുന്നത് പുറകെ നടക്കുന്നവൻ എന്നാണ്. ഫോളോവർ, ഇമിറ്റേറ്റർ. ഒരാളിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുക, ഇവിടെ പോയാലും കൂടെ നടക്കുക, പെട്ടി എടുത്തുകൊണ്ട് നടക്കുക, അയാൾ പറയണതൊക്കെ ചെയ്തു കൊടുക്കുക, അയാളുടെ ഇഷ്ടം പോലെ ജീവിക്കുക. ഇതിനെയാണ് ബൈബിൾ പറയുന്ന ചേല, ശിഷ്യൻ, ഡിസൈപ്പിൾ. ഇംഗ്ലീഷിൽ അതിനെ ഡിസൈപ്പിൾ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും മലയാളത്തിൽ ശിഷ്യൻ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നെങ്കിലും യേശുവിൻ്റെ ശിഷ്യത്വം എന്നാണ് യേശു പറഞ്ഞത്. എൻ്റെ ശിഷ്യനായിരിക്കുന്നവൻ എന്നെ തന്നെത്താൻ തിരിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് ദിനംതോറും എവരി മൊമെൻറ്റ്, ഓരോ നിമിഷവും എന്നെ അനുഗമിക്കട്ടെ, എൻ്റെ പുറകെ വരട്ടെ. എൻ്റെ പുറകെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇതൊരു വലിയ ചലഞ്ചായിട്ട്, ഒരു വലിയ വെല്ലുവിളിയായി നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് തരട്ടെ. എൻ്റെ വലിയൊരാഗ്രഹം, യേശുവിനെ ഗുരുവായി വച്ചിരിക്കുന്ന നമ്മുടെ ആശ്രമങ്ങളിൽ വരുന്നവർ പ്രധാനമായി ദിവസം പ്രതി ശോധന ചെയ്യേണ്ടത് ഞാൻ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണോ എന്നാണ്. ആമേൻ. എന്നിലൂടെ വലിയ അത്ഭുതം അടയാളവും നടക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും അല്ല. വെദർ ഐ ഫോളോ ജീസസ്, ഞാൻ യേശുവിനെ അനുഗമിക്കുന്നുണ്ടോ, എനിക്കത് പറ്റുന്നുണ്ടോ?
നമുക്ക് ഓരോരുത്തരായിട്ട് പരിശോധിക്കാം. നമ്മൾ ഇന്ന് കേട്ട യോഹന്നാൻ സുവിശേഷം ആദ്യം ചിന്തിച്ചിട്ട് മത്തായി സുവിശേഷത്തിലേക്ക് വരാം. ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു 45-50 മിനിറ്റ് സമയം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ഒന്ന് കൈ ഉയർത്തി ആരൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെരി ഗുഡ്. യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാം യേശു അതുവഴി നടന്നു പോകുന്നു. അപ്പോൾ യേശുവിനെ നേരത്തെ തന്നെ യോഹന്നാൻ സ്നാനപ്പെടുത്തി. യേശുവിനറിയാം ഇതാണ് ക്രിസ്തു, ഇതാണ് ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കാരണം യോഹന്നാൻ കണ്ടതാണ് യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ വരുന്നത്. ആരുടെ മേൽ പ്രാവ് രൂപത്തിൽ പരിശുദ്ധാത്മാവ് വരുമോ അവനാണ് ക്രിസ്തു എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് യോഹന്നാൻ സ്നാനപ്പെടുത്തുന്നത്. ആൾക്കാർ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ മേൽ പ്രാവ് രൂപത്തിൽ വന്നു. അപ്പോൾ പിടികിട്ടി ഇതാണ് യേശു. അന്ന് ഈ പണി നിർത്തേണ്ടതാണ് യോഹന്നാൻ. പക്ഷെ പിന്നെയും കണ്ടിന്യൂ ചെയ്തു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ നിർത്തി യോഹന്നാൻ. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഇനി ഞാൻ കുറയണം, അവൻ വളരണം. ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു, ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ് ഞാൻ വന്നത്, എൻ്റെ റോള് തീർന്നു എന്ന് പറഞ്ഞവിടെ നിർത്തി. എന്തായാലും അപ്പം യേശുവിനെ യോഹന്നാൻ പിടികിട്ടി. യേശു നടന്നു പോവുക. യോഹന്നാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാ പോകുന്നു ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എപ്പോഴും ഈ പുള്ളിക്കാരനെ കണ്ടെത്തൂല, കണ്ടുകിട്ടാൻ പാടാ. ഗുരുക്കന്മാരെ കണ്ടുകിട്ടുക വളരെ പ്രയാസമാണ്. ഒരു ഗുരുവിനെ കണ്ടുകിട്ടി ഗുരുവായി സ്വീകരിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഇതാ പോകുന്നു ഗുരു, ഇതാ പോകുന്നു ക്രിസ്തു എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് കാത്തിരിക്കുന്ന അന്ത്രയോ സമയം പാഴാക്കാതെ, യോഹന്നാൻ പലതും പറയുന്നു, അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന് വിചാരിക്കാതെ അപ്പോൾ തന്നെ യോഹന്നാനെ വിട്ടിട്ട് അന്ത്രയോസിൻ്റെ കൂടെ ഒരാളും, അത് യോഹന്നാൻ അപ്പോസ്തലൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ യേശുവിൻ്റെ പുറകെ പോയി. യേശു ഇങ്ങനെ വേഗത്തിൽ നടന്നു പോവുകയാണ്. യേശുവിൻ്റെ പുറകെ യോഹന്നാൻ എന്ന ശിഷ്യനും പിന്നെയാണ് ശിഷ്യനായത്. ഇപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനാണ്. പിന്നെ കൂടെ അന്ത്രയോസും കൂടെ യേശുവിൻ്റെ പുറകെ പോയി. കുറച്ചു ദൂരം ആരോ വരുന്നത് കണ്ടപ്പോൾ യേശു തിരിഞ്ഞു നോക്കി. രണ്ടുപേരും ഇങ്ങനെ പുറകെ വരുന്നു. യേശു ചോദിച്ചു, എന്താ അന്വേഷിക്കണമെന്ന് ചോദിച്ചു, എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഈ ചോദ്യം കേട്ടപ്പോഴേ അവർക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടല്ലോ. അവർ പെട്ടെന്ന് ചോദിച്ചു, ഗുരു അങ്ങ് എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. വലിയ ഫിലോസഫിക്കൽ ചോദ്യമാണ്. ദൈവം എവിടെയാണ് പാർക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വീട് എവിടെയാണ്? യേശു എവിടെയാണ് പാർക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത് ദൈവത്തോട്. നമ്മൾ വന്ന് എന്തെല്ലാമാ ചോദിക്കുന്നത് അല്ലേ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, കർത്താവേ അങ്ങ് എവിടെയാ, എനിക്ക് അവിടെ ഒന്ന് വരണം, ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അപ്പം യേശു മറുപടി പറഞ്ഞു, വന്ന് കാണുക. യേശുവിനെ പറയാമായിരുന്നു ഇന്ന അഡ്രസ്സോട്. ഞാനാണെങ്കിൽ കുറച്ചുകൂടെ മര്യാദയായിട്ട്, പൊതുവെ മര്യാദ ഇല്ലെന്നാണ് പറയുന്നത്, പക്ഷേ കുറച്ചുകൂടെ മര്യാദയായിട്ട് പറയുമായിരുന്നു, എൻ്റെ അഡ്രസ്സ് ഇതാണ്, വരിക. പക്ഷെ യേശു അഡ്രസ്സൊന്നും കൊടുത്തില്ല. യേശു വന്ന് കാണുക, കം ആൻഡ് സീ എന്ന് പറഞ്ഞൊരു ഗുരു പിന്നെയും നടന്നു പോവുകയാണ്. ഗുരു എന്ന വാക്കുണ്ടായത് തന്നെ ഗൗരവത്തിൽ നിന്നാണ്. ഗൗരവമുള്ളവനാണ് ഗുരു, മൗനമുള്ളവനാണ് മുനി. യേശു പിന്നെയും നടന്നു പോവുകയാണ്. നടന്നു പോയപ്പോൾ ഇവർ പുറകെ പോയി യേശുവിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ യേശു താമസിക്കുന്നിടത്ത് എവിടെയാണോ, യഹൂദിയയിലാണ്. മിക്കവാറും യോഹന്നാൻ സുവിശേഷം പറയുന്നതിനനുസരിച്ച് ഒലിവ് മലയിലാണ് യേശു സാധാരണ പാർക്കുന്നത്. രാത്രിയിൽ എവിടെയോ ഒരു സ്ഥലത്ത് യേശു പാർത്തു. ഇവരും കൂടെ യേശുവിനോടൊപ്പം പാർത്തു. കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അന്ത്രയോസ് ഉറക്കെ വിളിച്ചുകൊണ്ട് പറയാണ്, കണ്ടെത്തിയിരിക്കുന്നു, അന്വേഷിച്ചത് കണ്ടെത്തിയിരിക്കുന്നു.
നേരെ വീട്ടിലേക്ക് പോയി തൻ്റെ സഹോദരനായ പത്രോസിനോട് പറഞ്ഞു, ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. വർഷങ്ങളായിട്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ കാത്തിരിക്കുകയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കണ്ടെത്തി, ക്രിസ്തുവിനെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമല്ല. എല്ലാവരും എഴുന്നേറ്റ് സാക്ഷ്യം പറയും, ഞാൻ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ കണ്ടെത്തിയെന്ന്. അതുകൊണ്ട് ഇത് വലിയൊരു കാര്യമൊന്നുമല്ല. എല്ലാവരും പറയും, ഞാൻ പാവിയായിരുന്നു, അങ്ങനെയായിരുന്നു, പിന്നെ ഞാൻ കർത്താവിനെ കണ്ടെത്തിയെന്ന്. അതുകൊണ്ട് അത് വലിയൊരു കാര്യമൊന്നുമല്ല. അത് കേട്ട് ആൾക്കാർ മടുത്തു. പക്ഷെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ, മെശിഹായെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു സങ്കല്പമാണ് ക്രിസ്തു. ക്രിസ്തു ഒരു മനുഷ്യനല്ല. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തു, മെശിഹ. മെശിഹ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല. മെശിഹ എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തെ ദൃശ്യരൂപത്തിൽ വെളിപ്പെടുത്താൻ വന്നവനാണ് മെശിഹ. The person who came to reveal the invisible God in the visible form. അദൃശ്യനായ ദൈവത്തെ ദൃശ്യരൂപത്തിൽ വെളിപ്പെടുത്താൻ വരുന്നവനാണ് മശിഹ. അത് ഒരാളെ വരൂ, അവൻ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഇന്ന് ഇസ്രായേലിൽ ഇന്നും യഹൂദന്മാർ കാത്തിരിക്കുകയാണ്, മെശിഹ വരും എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം നിങ്ങൾക്ക് പിടികിട്ടി. അപ്പോൾ വലിയൊരു കാത്തിരിപ്പാണ്. ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആരോ ഒരാൾ ഓടി വന്ന് പറയുന്നു, യേശു വന്നു, യേശു വന്നു, യേശു വന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം നമ്മൾ വിചാരിക്കും. ഒന്നുകിൽ ഇവന് വട്ടാണ്, ഏതോ ഒരു വട്ടം കയറി വന്നു പിടിച്ചങ്ങൾ പുറത്തു കൊണ്ടുപോകും. ജെനുവിനായിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ നമ്മളെല്ലാവരും കൂടെ എഴുന്നേറ്റ് അവൻ്റെ പുറകെ പോകും. എവിടെ വന്നു യേശു, എവിടെ പറയൂ. അത് വിശ്വസിച്ചാൽ കഴിഞ്ഞ 2000 വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് യേശു. ഇതുപോലെ ഒരു കാത്തിരിപ്പാണ് അന്ന് യഹൂദന്മാർ കാത്തിരിക്കുന്നത്. മെശിഹ വരും. അന്ത്രയോസ് പറയാണ്, മെശിഹയെ കണ്ടെത്തിയിരിക്കുന്നേ. വീട്ടിൽ ചെന്ന് പത്രോസിനോട് പറഞ്ഞു, സഹോദരനാണ്, സ്വന്തം ബ്രദർ, എടാ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. ഇത്രയും ക്രിസ്തുവെ കണ്ടെത്തി എന്ന് പറയാനുള്ള ഒരു കാരണം കാണും. എന്തോ ഒരു കാരണം എന്താണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. എന്തായാലും ചില മണിക്കൂറുകൾ യേശുവിനോടൊപ്പം ചിലവിട്ട ആ സമയം അന്ത്രയോസിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു മാറ്റമാണ്. ഇത് ക്രിസ്തുവാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം. ഒരു ദിവസത്തെ താമസം, യേശുവിനോടൊപ്പം ചില മണിക്കൂറുകൾ ചെലവിട്ടത് അന്ത്രയോസിന് കൺഫേം വരുത്തി, ഹീ ഈസ് ദ ക്രൈസ്റ്റ്, ഇവൻ തന്നെയാണ് ക്രിസ്തു. ഉറപ്പോടെ സഹോദരനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ 2 സഹോദരന്മാർ. ആരൊക്കെയാണ്? അന്ത്രയോസും പത്രോസും. അന്ത്രയോസിൻ്റെ സഹോദരനാണ്. എവിടെയാണ് ഇരിക്കണേ? ഇനി ഞാൻ പറയാൻ പോണ 3/4 മണിക്കൂർ സമയം ശ്രദ്ധിച്ച് കേട്ടോളണം. ചുമ്മാ സൂത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. അതൊക്കെ സൂത്രങ്ങളാണ് നിങ്ങളുടെ. ഞാൻ പറയണത് കേട്ടുകൊണ്ടിരിക്കണം. ഈ പറയണത് കേട്ട വചനമാണ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങി ഇവിടെ നിന്നത്. സ്തോത്രം. പറഞ്ഞാൽ മനസ്സിലാവുന്നോ? യേശുവിന് എത്ര അപ്പോസ്തലന്മാരുണ്ടായിരുന്നു? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. 12. ഉറപ്പാണല്ലോ. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന എന്തൊരു ബഹളം. പള്ളിയിൽ കിടന്ന് അച്ഛനെ ചീത്ത വിളിച്ച് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ കയറാൻ ഒരു ചോദിച്ചപ്പം ബിംബ്ലീസ് അടിച്ചിരിക്കുക. എത്ര അപ്പോസ്തലന്മാരുണ്ട് യേശുവിന്? ആ 12 അപ്പോസ്തലന്മാരുടെ പേരെന്ന് പറഞ്ഞേ. ഞാൻ അങ്ങോട്ട് വരാൻ പോവുക. സൺഡേ സ്കൂൾ ടീച്ചർമാരെല്ലാം ഒന്ന് കൈ ഉയർത്തിയേ. ഇനിയിപ്പോൾ ആരും ഇവിടെ ഇല്ല. ഞങ്ങളാരും സൺഡേ സ്കൂൾ കേട്ടിട്ട് പോലുമില്ല. ഏതോ സൺഡേ സ്കൂള്. ഡീക്കെത്തിമാർ കൈയുയർത്തിയേ. ഡീക്കന്മാർ കൈയുയർത്തിയേ. വലിയ ഡീക്കന്മാർ കൈയുയർത്തിയേ. ഉപദേശിമാർ കൈയുയർത്തിയേ. 12 അപ്പോസ്തലന്മാരെ പേരറിയാൻ നോക്കട്ടെ. ആരൊക്കെ ഇലക്ഷന് നിൽക്കണത്? മണിയായിട്ട് പറയും ഇപ്പോൾ അല്ലേ? 12 അപ്പോസ്തലന്മാരുടെ പേര് പറഞ്ഞേ. ബൈബിൾ നോക്കാതെ. ബൈബിളൊക്കെ ഇനി കുറച്ച് നേരത്തെ അടച്ചു വെച്ചേ.
ഇപ്പോൾ ബൈബിളൊന്നും വായിക്കണ്ട, ഞാൻ പറയണൊക്കെ തന്നെ ബൈബിളിലുള്ളത്. 12 അപ്പോസ്തലന്മാരുടെ പേര് പറഞ്ഞ് ആർക്കറിയാം തെറ്റാതെ പറയാൻ? 12 അപ്പോസ്തലന്മാരുടെ പേര് പറഞ്ഞ് ആർക്കും അറിഞ്ഞൂടെ? ആരും കൈ ഉയർത്തുന്നില്ലല്ലോ. എല്ലാം വിരലെണ്ണയാണ്. പറയോ? സൺഡേ സ്കൂൾ ടീച്ചർമാരൊന്നും ഇല്ലേ ഇവിടെ? പിന്നെ എന്തൊരു ടീച്ചർ? പിന്നെ 12 അപ്പോസ്തലന്മാരെ പേരറിഞ്ഞുടങ്ങി. ശരിയല്ലേ ഞാൻ പറഞ്ഞത് അമ്മച്ചി? ശരി എന്നാ വേണ്ട പറഞ്ഞേ. പൗലൂസ്, പൗലൂസ് ഒന്ന്, പത്രോസ്, തിമോഥെയോസ്, ഫിലമോൻ അല്ലേ? ഉണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. മെഡിക്കി ടീച്ചർ തന്നെ. ഇന്ന് ചാപ്പാട് കഴിക്കുന്നതിന് മുമ്പ് 12 അപ്പോസ്തലന്മാരെ പേര് പഠിപ്പിച്ചിട്ടേ ഞാൻ വിടാൻ പോകുന്നുള്ളൂ. ഉറപ്പ് തരികയാണ്. ഞാൻ പറയണത് 45 മിനിറ്റ് കേട്ടുകൊണ്ടിരുന്ന പറയോ? പറയാന്ന് പറയണ ഇപ്പം ചോദിച്ച് നാണം കെടുത്തുന്നില്ല. 12 അപ്പോസ്തലന്മാരുടെ പേര് നിങ്ങൾ കാണാതെ പറയും. പക്ഷേ പുസ്തകം അടച്ച് ഞാൻ പറയണത് കേട്ടുകൊണ്ടിരിക്കണം. ഏത് കൊച്ചുകുട്ടിയും പറയും, മണിയായിട്ട് പറയും. 45 മിനിറ്റ് ഇനി ഞാൻ പറയണ കേട്ടുകൊണ്ടിരിക്കണം. ഓൺലൈനിലൊക്കെ ഇരിക്കണവർ എല്ലാം അടച്ചു വെച്ച് കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റും. ഓക്കെ, ഞാൻ പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് ഈ കഥയാണ്. പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ്. എന്താണ് പേര്? ഉറക്കെ പറഞ്ഞ എല്ലാവരും ഉറക്കെ പറയൂ. അന്ത്രയോസിൻ്റെ സഹോദരൻ്റെ പേരാണ് എന്തോന്ന്? സ്വന്തം സഹോദരൻ, അനിയനോ ചേട്ടനായിരിക്കും പത്രോസ്. അന്ത്രയോസ് യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനായിരുന്നു. യേശുവിനെ കണ്ടു, കൂടെ താമസിച്ചു, പോയി ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു പത്രോസിനെ. അങ്ങനെ ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. ഇപ്പം ആരൊക്കെയുണ്ട്? യേശുവും, ഉറക്കെ പറ, യേശുവും പത്രോസും അന്ത്രയോസും. ഒരിക്കൽ കൂടെ പറഞ്ഞേ, യേശുവും പത്രോസും അന്ത്രയോസും. ഇനി വിയർപ്പൊക്കെ തുടച്ച് റിലാക്സ് ആയിട്ടിരിക്കൂ. ഇനി ചോദിക്കത്തില്ല. ചിലരുടെ വെള്ളം കുടി തുടങ്ങി, വെള്ളം കുടി. ഇനി ചോദിക്കില്ല. നല്ല വിയർപ്പൊക്കെ തുടച്ച് റിലാക്സ്. ഇനി കഥ പറയാൻ പോവുക. ഇനി കഥ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പം 2 ശിഷ്യന്മാരുടെ പേര് പഠിച്ചല്ലോ. ആരൊക്കെയാണ്? ഉറക്കെ പറ, ഉറച്ചു പറഞ്ഞ് വിളിച്ചു പറഞ്ഞ്, കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞ്. പത്രോസും ജോസഫും. പത്രോസും അന്ത്രയോസും മറക്കാതിരിക്കുക. അപ്പോൾ ഇവർ 3 പേരും കൂടെ, പത്രോസും അന്ത്രയോസും യേശുവും കൂടെ യഹൂദിയയിൽ നിന്ന്, യെരുശലേമിൻ്റെ അടുക്കലാണ്, അല്ലെങ്കിൽ യെരുശലേം പ്രവശ്യയാണ് യഹൂദിയ, അവിടെ നിന്ന് യാത്ര ചെയ്ത് ഗലീലയിലേക്ക് പോവുകയാണ്. എവിടേക്ക് പോവുകയാണ്? ഗലീലയിലേക്ക് പോവുകയാണ്. പത്രോസും അന്ത്രയോസും യേശുവും കൂടെ എവിടേക്ക് പോവുകയാണ്? ഗലീലയിലേക്ക് പോവുകയാണ്. ഗലീല. ഈ പോകുന്ന യാത്രയിൽ 3 പേരും കൂടെ പോവുകയാണ്. യെരുശലേമിൽ നിന്ന് ഗലീലയിലേക്ക് പോകുന്ന വഴി. ഇവിടെ ഒരാളിരിപ്പുണ്ട്. എത്ര കിലോമീറ്റർ? ഒരുപാട് പ്രാവശ്യം യെരുശലേമിൽ പോയിട്ടുള്ള ആൾ. എത്ര പ്രാവശ്യം പോയി? 3 പ്രാവശ്യം പോയി. 3 പ്രാവശ്യം പോയ ആൾ പറഞ്ഞ് ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 16 കിലോമീറ്റർ. മിടുക്കൻ. 175 കിലോമീറ്റർ ഉണ്ട്. 3 പ്രാവശ്യം പോയിട്ടും പിടി കിട്ടിയില്ല. അപ്പോൾ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് 175 കിലോമീറ്റർ ഉണ്ട്. ഒറ്റയടിക്കൊന്നും പോകത്തില്ല. ഒരു ദിവസം ഒരു 30 കിലോമീറ്റർ ആൾ നടക്കുമെന്ന് വയ്ക്കാം. 30 കിലോമീറ്റർ നടന്നാൽ ഒരു 5 ദിവസം 6 ദിവസം കൊണ്ട്. അപ്പോൾ പലയിടത്തും ഇങ്ങനെ താമസിച്ചാണ് യേശു പോകുന്നത്. പല ഗ്രാമങ്ങളിലായിരിക്കും താമസിക്കുന്നത്. യേശു ഇങ്ങനെ പോവുകയാണ്. 3 പേരുമായിട്ട് പോവുകയാണ്. ആരൊക്കെയാണ് പോകുന്നത്? യേശുവും
പത്രോസും രണ്ടുപേരുടെ പേര് നിങ്ങൾക്ക് പിടികിട്ടി. അങ്ങനെ പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരാളിനെ കാണുകയാണ്. അയാളുടെ വീട് ഗലീലയിലാണ്. ഗലീല കടലിൻ്റെ അടുക്കലാണ്. അയാളുടെ പേരാണ് ഫിലിപ്പോസ്. എന്താണ്? ഫിലിപ്പോസിനെ കാണുകയാണ് ഈ യാത്രയിൽ. അപ്പോൾ അന്ത്രയോസും പത്രോസും ആരാണ്? സഹോദരങ്ങളാണ്. ഇവരുടെ വീടിൻ്റെ അടുത്താണ് ഫിലിപ്പോസിൻ്റെ വീട്. അപ്പോൾ അന്ത്രയോസും പത്രോസും കൂടെ ഫിലിപ്പോസിൻ്റെ ഇതാണ് ക്രിസ്തു, ഞങ്ങൾ ബത്സൈദയിലേക്ക് പോവുകയാണ്. ബത്സൈദ ഗലീലയിലാണ്. ഗലീലയിലേക്ക് പോവുകയാണ്. ഇതാണ് ക്രിസ്തു. ഫിലിപ്പോസിനെ യേശുവിന് പരിചയപ്പെടുത്തി കൊടുത്തു. ആർക്ക് പരിചയപ്പെടുത്തി? ആരെ പരിചയപ്പെടുത്തി? ഉറക്കെ പറഞ്ഞേ. ഫിലിപ്പോസ്. ഉറക്കെ പറ. ഫിലിപ്പോസ് എന്ന പേര്. ഫിലിപ്പോസിനെ പരിചയപ്പെടുത്തി. ചോദിച്ചു, യേശു കണ്ടു, ഫിലിപ്പോസ്, നിന്റെ പേര് ഫിലിപ്പോസ് അല്ലേ? അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. യേശു ആരെങ്കിലും നോക്കി എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പിടി വീണതാണ്. ആമേൻ. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരുന്നത്. രക്ഷപ്പെടാൻ പറ്റില്ല. ആമേൻ. രക്ഷപ്പെടാൻ പറ്റില്ല. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസും കൂടെ ഇവരോടൊപ്പം കൂടി. അപ്പോൾ എത്ര പേരായി? ഉറക്കെ പറഞ്ഞ് ആരൊക്കെയായി? പത്രോസ്, അന്ത്രയോസ്, ഫിലിപ്പോസ്. ഉറക്കെ പറ, ആരൊക്കെയാണ്? ഇവർ മൂന്നുപേരും കൂടെ യേശുവിനോടൊപ്പം പോവുകയാണ്. 4 പേരായി. കുറച്ചു ദൂരം പോയപ്പോൾ കാണാം ഫിലിപ്പോസിൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. ഫിലിപ്പോസിൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ നിൽക്കുന്നു. ഫിലിപ്പോസിൻ്റെ കൂട്ടുകാരൻ്റെ പേരാണ് നഥനയേൽ. എന്താണ്? നഥനയേൽ. നഥനയേലിൻ്റെ അപ്പൻ്റെ പേര് തിലോമായി എന്നാണ്. അതുകൊണ്ട് തിലോമായിയുടെ മകൻ ബർ തിലോമായി എന്നവനെ വിളിക്കും. ബർ എന്ന് എവിടെയെങ്കിലും കണ്ടാൽ ഓർത്തോളണം, അത് മകൻ എന്നർത്ഥം. ബർ നബാസ് എന്ന് പറഞ്ഞാൽ നബാസിൻ്റെ മകൻ. നബാസ് എന്ന് വെച്ചാൽ ഉത്സാഹം, ആശ്വാസം, ഉത്സാഹത്തിൻ്റെ മകൻ ബർ നബാസ്. തിലോമായിയുടെ മകൻ ബർ തിലോമായി. തിമോയുടെ മകൻ ബർ തിമായി. ബർ എന്ന് വെച്ചാൽ മകൻ. അപ്പം നഥനയേലിൻ്റെ അപ്പൻ്റെ പേരെന്താണ്? തിലോമായി. ബർ തിലോമായി എന്നും ദൈവത്തിനൊരു പേരുണ്ട്. ആർക്ക്? നഥനയേലിന്. അപ്പം നഥനയേലിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. ആര് കൊണ്ടുവരുന്നു? ഫിലിപ്പോസ്. ഫിലിപ്പോസ് ചെന്ന് നഥനയേലിനോട് പറഞ്ഞാ, ഇന്നലെ നമ്മൾ ക്രിസ്തുവിനെ കണ്ടു. അപ്പം നഥനയേൽ പറഞ്ഞു, അത് കൊള്ളാമല്ലോ, എവിടെന്നാ കണ്ടേ? അത് നസ്രത്തിലെ യേശുവാണ്. നസ്രത്തിലെ യേശു ക്രിസ്തുവാണോ? അതെ, നസ്രത്തിലെ യേശുവാണ്. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? വന്ന് കാണുക എന്ന് ഫിലിപ്പോസ് നഥനയേലിനോട് പറഞ്ഞു. അങ്ങനെ ഫിലിപ്പോസ് നഥനയേലിനെയും പിടിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വരികയാണ്. യേശു ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുക. ഗുരു ദൂരെ വെച്ച് കണ്ടപ്പോഴേ യേശു വിളിച്ചു പറഞ്ഞു, ഇതാ വരുന്നു ഒറിജിനൽ ഇസ്രായേലിയൻ. ഇവനാണ് ഒറിജിനൽ. നമ്മൾ പറയില്ലേ, ഒറിജിനൽ സാധനം. ഇവനിൽ കപടമില്ല. സ്തോത്രം. ഇവൻ സങ്കരവർഗമല്ല, ഇവൻ ഒറിജിനലാ. 916 യേശുവിനടുക്കലോട്ട് കൊണ്ടുവരികയാണ്. അപ്പം നഥനയേൽ ചോദിച്ചു, എന്നെ എങ്ങനെ നിനക്കറിയാം? നിന്നെ എങ്ങനെ എനിക്കറിയാമെന്നോ? ഫിലിപ്പോസ് നിന്നെ വിളിച്ചപ്പോൾ നീ അത്തിയുടെ കീഴിലിരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടു. ഹല്ലേലൂയ. നിന്നെ എനിക്കറിയാം. നിന്നെ ഫിലിപ്പോസ് വിളിച്ചപ്പോൾ നീ അത്തിയുടെ കീഴിലിരുന്നപ്പോഴേ ഞാൻ നിന്നെ കണ്ടു. എത്രയോ കിലോമീറ്ററുകൾക്ക് ദൂരെ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ നീ കണ്ടെന്നോ? നഥനയേൽ ഫ്ലാറ്റായി. അപ്പൊ യേശു അടുത്ത ചോദ്യം, നിന്നെ എനിക്കറിയാമെന്നും നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ നിന്നെ കണ്ടെന്നും പറയുന്നതിൽ നീ അതിശയിക്കുകയാണോ? ഇതിലധികവും നീ കാണാൻ പോവുകയാണ്. നീയും എന്നെ അനുഗമിക്ക. ഒറ്റ ശബ്ദത്തിൽ, ഒറ്റ വാചകത്തിൽ നഥനയേലും യേശുവിൻ്റെ ശിഷ്യനായി തീർന്നു. അങ്ങനെ കൂട്ടുകാരായ ഫിലിപ്പോസും നഥനയേലും കൂടെ യേശുവിൻ്റെ പുറകെ കൂടി. അപ്പോൾ ഇപ്പം എത്ര പേരായി?
4 പേരായി. ആരൊക്കെയാണത്? ഉറക്കെ പറഞ്ഞ ഉറക്കെ. ആദ്യം പത്രോസ്, ആന്ത്രയോസ്, അടുത്ത് ഫിലിപ്പോസ്, നാഥനയേൽ. നാഥനയേലിന്റെ മറ്റു പേരാണ് ബർത്തിലോമായി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ പറഞ്ഞ് ആരൊക്കെയാണ് 4 പേര്? പത്രോസ്, ആന്ത്രയോസ്, ഫിലിപ്പോസ്, നാഥനയേൽ. നാഥനയേലിന്റെ മറ്റു പേര് ബർത്തിലോമായി. 5 പേരും കൂടെ ഇപ്പോൾ ഗലീലെത്തി. പലരെയും കണ്ടും എടുത്തും സംസാരിച്ചും പ്രാർത്ഥിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് യഹൂദിയിൽ നടന്ന് ഗലീലിലേക്ക് വന്നു. ഗലീൽ വന്നപ്പോൾ ഗലീല കടലിൻ്റെ കരയിൽ 3 പേര് നിൽക്കുക. ഒരു പ്രായമുള്ള അപ്പച്ചനും 2 മക്കളും. 2 മക്കളിൽ നിന്ന് വല നന്നാക്കുകയാണ്. വല നന്നാക്കുക. അപ്പച്ചനും 2 മക്കളും. യേശു അവിടെ നിന്നു. ഇവർ 2 പേരും ബത്സൈദക്കാരാ. ബത്സൈദ എന്ന വാക്കിൻ്റെ അർത്ഥം മച്ചലിപട്ടണം എന്നാ. മീൻ ഉള്ള സ്ഥലം, മീനിൻ്റെ വീട്. ഒരുപാട് മീനുള്ള സ്ഥലമായതുകൊണ്ടാണ് അതിന് ബത്സൈദ എന്ന് പറയുന്നത്. ഇവർ 2 പേരും കൂടെ അവിടെ നിന്ന് വല നന്നായിക്കൊണ്ടിരിക്കുക. അപ്പനും കൂടെ ഉണ്ട്. അപ്പൻ നിർദ്ദേശം കൊടുക്കുക, വല നന്നാക്കിയിട്ട് അവർക്ക് മീൻ പിടിക്കാൻ പോകണം. യേശു അവിടെ നിന്നു. യേശുവിൻ്റെ കൂടെ 4 പേരും നിന്നു. യേശു അവരെ വിളിച്ചു, ഹായ്. അവർ സൂക്ഷിച്ചു നോക്കി. അവരുടെ കൂട്ടുകാരായ പത്രോസും അന്ത്രയോസും ഉണ്ട്, ഫിലിപ്പോസ് ഉണ്ട്. ഫിലിപ്പോസിനെ അറിയാം. അവരും തിരിഞ്ഞു നോക്കി, ഇതാരാ, ഒരു പുതിയ ആൾ വന്നിരിക്കുന്നു. യേശു പറഞ്ഞു, ഏയ് എടോ, നിങ്ങൾ 2 പേരും ഇനി വന്നേ. ആ 2 പേരെയും മാത്രം വിളിച്ചു. അപ്പനെ വിട്ടു. അപ്പനെ അങ്ങ് വിട്ടു. അവർ 2 പേരെയും മാത്രം വിളിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നു. അമ്മ അടുത്ത് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. വലയും വള്ളവും വിട്ടിട്ട് ഈ 2 മക്കളും കൂടെ യേശുവിൻ്റെ പുറകെ പോവുക. അപ്പം വിളിക്കുക, എവിടെ പോണ്? അറിയത്തില്ല അപ്പാ, ഞങ്ങളിലെന്തോ മാറ്റം വന്നിരിക്കുന്നു. ഇവൻ്റെ പുറകെ പോകാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെടുന്നു. ആ 2 മക്കളുടെ പേരാണ് യാക്കോബും വണ്ടർഫുൾ യോഹന്നാനും. ആ അപ്പൻ്റെ പേരാണ് സെബദി. ഈ 2 മക്കളും ഭയങ്കര ചൊടിയന്മാരാ. ഇടിമുഴക്കം പോലെ മറുപടി പറയും. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയവരെ കത്തിച്ചു കളയണമെന്നൊക്കെ പറഞ്ഞു കളയും. യോഹന്നാ ഒരിക്കൽ പറഞ്ഞു അങ്ങനെ ഭയങ്കര ഉറക്ക സംസാരിക്കുന്ന, ഇടിമുഴക്കം പോലെ സംസാരിക്കുന്നവരായതുകൊണ്ട് ഈ മക്കൾക്ക് അപ്പം ഒരു പേരിട്ട് കൊടുത്തു, ഇടിമുഴക്കത്തിൻ്റെ മക്കൾ. ഇടിമക്കൾ എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കും, മറ്റു ഇടി കൊടുക്കുന്ന മക്കളാണെന്ന് തോന്നുന്നു. അതല്ല, സൺസ് ഓഫ് തണ്ടേഴ്സ്, ഇടിമുഴക്കത്തിൻ്റെ മക്കൾ, എടുത്തടിച്ച് മറുപടി പറയുന്നവർ. അങ്ങനെ ചിലരുണ്ടല്ലോ, എന്തെന്ന് വെച്ചാൽ കുന്തെന്ന് മറുപടി പറയും. ഇടിമുഴക്കത്തിൻ്റെ മക്കൾ ആരൊക്കെയാണവർ? ഉറക്കെ പറഞ്ഞ ആരൊക്കെയാണവർ? യാക്കോബും യോഹന്നാനും. അവിടെ അപ്പൻ്റെ പേര് സെബദി. അപ്പൊ ഇവർ 2 പേരും കൂടെ യേശുവിൻ്റെ പുറകെ പോയി. അപ്പൊ എത്ര പേരായി യേശുവിൻ്റെ കൂടെ? 6 പേര്. ആരൊക്കെയാണ് അവരുടെ പേര്? 1 പത്രോസ്, ആന്ത്രയോസ്, ഫിലിപ്പോസ്, നാഥനയേൽ. വെരി ഗുഡ്, നാഥനയേൽ. പ്രൈസ് ദി ലോർഡ്. അടുത്ത 5ാമത് യാക്കോബ്, യോഹന്നാൻ. സ്തോത്രം. ഇപ്പൊ 7 പേരും കൂടെ നടന്നു പോയാ. 6 ശിഷ്യന്മാരും യേശുവിന് 6 ശിഷ്യന്മാരായി നടന്ന് നേരെ അവിടെ നിന്ന് കുറച്ചു ദൂരം മുമ്പോട്ട് പോകുമ്പോൾ കഫർനഹൂം എന്ന് പറയുന്ന ഒരു വലിയ ചന്തയാണ്. കാട്ടാക്കട ചന്ത നിങ്ങൾ ഓർത്താൽ മതി. അത്രയും തീരെ ചന്തയല്ല കഫർനഹൂം, എന്നാലും തൽക്കാലം അങ്ങനെ ഓർക്ക്. ഒരു വലിയ മാർക്കറ്റാണ് കഫർനഹൂം. കാരണം അതൊരു തുറമുഖ പ്രദേശമാണ്. എല്ലാവരും അടുത്തടുത്ത രാജ്യങ്ങളിൽ നിന്ന്, യോർദാനിൽ നിന്ന്, സിറിയയിൽ നിന്ന്, ലെബനോനിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമാണ് കഫർനഹൂം. കഫർനഹൂം വലിയൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിലേക്ക് യേശു നടന്ന് കയറുകയാണ്. കൂടെ ആരൊക്കെയുണ്ട്? 6 പേര്. ആരൊക്കെയാണ് അവർ? ഉറക്കെ പറഞ്ഞ്, ഉറച്ചു വിളിച്ച് പറഞ്ഞേ. പത്രോസ്, ആന്ത്രയോസ്, ഫിലിപ്പോസ്, നാഥനയേൽ, യാക്കോബ്, യോഹന്നാൻ. യേശുവുമായി നടന്ന് കഫർനഹൂമിലേക്ക് കയറിയപ്പോൾ അങ്ങോട്ട് കയറ്റിവിടില്ല, ചന്തയിൽ കയറ്റിവിടില്ല. ചന്തയിൽ കയറണമെങ്കിൽ എന്ത് വേണം? കപ്പം കൊടുക്കണം, പൈസ കൊടുക്കണം, കരം കൊടുക്കണം. അവിടെ വലിയൊരു ടോൾ ഗേറ്റ് ഇട്ടിരിക്കുക.
പൈസ കൊടുത്താലേ കയറ്റി വിടൂ. നികുതി കൊടുക്കണം. നികുതി പിരിക്കാനായിട്ട് ഒരാൾ കസേരയിൽ ഈ അച്ഛൻ ഇരിക്കുമ്പോൾ ഇരിപ്പുണ്ട്. അച്ഛന്മാരുടെ ജോലി ഏകദേശം അതൊക്കെ തന്നെ. അവിടെ ഇരിപ്പുണ്ട് ആള്. കൂടുതലാളിരിപ്പുണ്ട്. ഇയാൾ പൈസ എണ്ണണ ആളാണ്. ഇദ്ദേഹം നേതാവാണ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ്, 2 പേരാണ്. ഒന്ന് ലേവി എന്നും പേരുണ്ട്, 2 മത്തായി എന്നും പേരുണ്ട്. ചുങ്കം പിരിവുകാരനാണ്, ടാക്സ് പിരിവുകാരനാണ്. ചുങ്കം പിരിവുകാർ എത്ര നല്ലവരായിരുന്നാലും ആൾക്കാർക്കൊന്നും അവരെ ഇഷ്ടമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമില്ല. കാരണം ചുങ്കം കൊടുക്കുന്നവരാ, ചുങ്കം പിരിക്കുന്നവരാ. മത്തായി അവിടെ ഇരിപ്പുണ്ട്. കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്ന ആളാണ്. നല്ലൊരു പേനയുണ്ട്, അത് വെച്ച് ബുക്കിൽ എഴുതി സൂക്ഷിക്കും. ആര് ചോദിച്ചാലും ചുങ്കം കൊടുക്കണം. ആര് കബറന്ന ഭൂമിയിലോട്ട് കയറിയാലും ചുങ്കം കൊടുക്കണം. തൊട്ടടുത്തിരിക്കുന്നത് ഈ പൈസയൊക്കെ എണ്ണി സൂക്ഷിക്കുന്ന ആളാണ്. ഈ പൈസ എണ്ണുന്ന ആൾ നമ്മൾ ബാങ്കിലൊക്കെ പോയാൽ അറിയാം. പണ്ട് മിഷനൊന്നും ഇല്ലാത്ത കാലത്ത് എത്ര എണ്ണിയാലും അവർക്ക് തൃപ്തി. 1 പ്രാവശ്യം എണ്ണും, 2 പ്രാവശ്യം എണ്ണും, 3 പ്രാവശ്യം എണ്ണും. സ്ഥിരമായി ഒരു 20 വർഷം ഈ ട്രഷറർ പണി അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് പണി ചെയ്യുന്ന ആൾ ക്രമേണ സംശയരോഗിയായി തീരും. എത്ര എണ്ണിയാലും തൃപ്തിയാവില്ല. 2 പ്രാവശ്യം എന്തായാലും അബദ്ധം പറ്റുമല്ലോ, കുറേ പൈസയൊക്കെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് എണ്ണി 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 പിന്നെ അയാൾക്ക് സംശയമായി തീരും. പെട്ടെന്ന് ആരെയും വിശ്വസിക്കില്ല. കറക്റ്റാണ്, അത് അക്കൗണ്ടൻറ്റിൻ്റെ പണി ചെയ്യുന്ന ആൾ എല്ലാവരെയും വിശ്വസിക്കത്തില്ല. നല്ലതാ. അപ്പം അങ്ങനെ ഇച്ചിരി സംശയമുള്ള ഒരാളാണ് ഈ മത്തായിയുടെ സുഹൃത്ത്. നിങ്ങൾക്ക് പിടികിട്ടി ആരാണ്? ഇയാളെല്ലാം കണ്ട് എണ്ണി തിട്ടപ്പെടുത്തിയാലേ വിശ്വസിക്കൂ. 2 പേരും കൂടെ അവിടെ ഇരിക്കുക. യേശു കയറുന്നതും ഈ 6 പേരും കൂടെ കയറുന്ന കണ്ടപ്പോൾ പറഞ്ഞു, ഹേയ് പൈസ എന്നാലേ കയറ്റി വിടൂ. യേശു അടുത്തോട്ട് പോയി. ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ്, ഇതുവരെ പറഞ്ഞിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മഹത്തായ കഥ, ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ കഥ എന്നാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. 1965 അതൊരു ഹോളിവുഡ് സിനിമയായി എടുത്തിട്ടുണ്ട്. 1949 അത് എഴുതിയ ഫെൽട്ടസ് ഓർലെറ്റ്സ് എന്ന് പറയുന്ന ആളിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് ലിറ്ററേച്ചറിൽ. റീഡേഴ്സ് ഡൈജസ്റ്റിൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഏത് ലെവലിലുള്ള ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അദ്ദേഹമാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. യേശു ലേവിയുടെ അടുക്കിലേക്ക്, മത്തായിയുടെ അടുക്കിലേക്ക് പോയി പൈസ ചോദിച്ചുകൊണ്ടിരിക്കുക. പൈസ എന്നാലേ കയറ്റിവിടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപാട് ആൾക്കാർ ചുങ്കം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശു അവനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ചുങ്കം തരാൻ എൻ്റെ കയ്യിലില്ല, പക്ഷെ എനിക്ക് നിനക്ക് തരാൻ ഒന്നുണ്ട്. മത്തായി എഴുന്നേറ്റ് നിന്നു. എന്താണ് നിനക്ക് തരാനുള്ളത് ചോദിച്ചു. യേശു പറഞ്ഞു, നിന്നെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് മത്തായി അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ട് എന്ന് ആദ്യമായി കേൾക്കുന്ന, എല്ലാവരാലും വെറുക്കപ്പെടുന്ന ഈ മത്തായി അന്തം വിട്ട് നിൽക്കുക യേശുവിനെ നോക്കിക്കൊണ്ട്. യേശു പറഞ്ഞു, മത്തായി എന്നെ അനുഗമിക്കുക. വെറും 1-2 മിനിറ്റുകൾ കൊണ്ട് മത്തായി എല്ലാം വിട്ടെറിഞ്ഞിട്ട് യേശുവിൻ്റെ പിറകെ പോവുകയാണ്. തോമസിനോട് പറഞ്ഞു, കൂടെ നിന്ന് പൈസ എണ്ണിക്കൊണ്ടിരുന്ന ആളാണ് തോമസ്. ഞാൻ പറഞ്ഞില്ലേ, സംശയം, കണ്ട് തൊട്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ ആള് മത്തായിയുടെ പൈസ എണ്ണുന്ന ആളാ. തോമസിനോട്, തോമസേ ഞാൻ ഇങ്ങരുടെ പിറകെ പോവുകയാ. എന്തോ അവൻ്റെ കണ്ണുകളിലുണ്ട്, എന്തോ അവൻ്റെ ഹൃദയത്തിലുണ്ട്, ഞാൻ ഇവൻ്റെ പിറകെ പോവുകയാണ്. തോമസ് പറഞ്ഞു, ഗുരു നീ പോവുകയാണോ? മത്തായിയോട്. സാറ് പോയാൽ പിന്നെ ഞാൻ എന്തിനോട് ഇരിക്കുന്നു, ഞാനും വരുന്നു അങ്ങയുടെ പിറകെ. തോമസും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇവർ 2 പേരും കൂടെ യേശുവിൻ്റെ പിറകെ പോയി. മത്തായിയും തോമസും, മാത്യു ആൻഡ് തോമസ്. അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ പേരിടുന്നത് മാത്യു തോമസ് അല്ലെങ്കിൽ തോമസ് മാത്യു, മാത്യു തോമസ്, തോമസ് മാത്യു. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പേരിടും. മത്തായിയും തോമസും. മത്തായി അച്ഛൻ ഇവിടെ ഇരുന്നോ? അച്ഛൻ ഇപ്പം മത്തായി ആയിട്ടങ്ങ് മാറി. സ്തോത്രം. മത്തായിയുടെ പിറകെ തോമസും കൂടെ യേശുവിൻ്റെ കൂടെ കഫർന്നൂമിലേക്ക് കയറുകയാണ്. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ചുങ്കം പിരിവുകാരനായ, കാർക്കശ്യക്കാരനായ, തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തിക്കൊണ്ടിരുന്ന മത്തായി ഇതാ യേശുവിൻ്റെ പിറകെ പോവുകയാണ്. കാണുന്നവരോടൊക്കെ മത്തായി പറഞ്ഞു, ഞാൻ ഇന്നു മുതൽ യേശുവിൻ്റെ ശിഷ്യനാണ്,
ഇവന്റെ പിറകെ പോകാൻ പോവുകയാണ്. ഇപ്പൊ എത്ര പേരായി? 8 പേരായി. ആരൊക്കെയാണ്? പത്രോസ്, ആന്ത്രയോസ്, ഫിലിപ്പോസ്, നാഥനയേല്, യാക്കോബ്, യോഹന്നാൻ, മത്തായി, തോമസ്. ഹല്ലേലൂയ! കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ! കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ശക്തമായി കരങ്ങളടിച്ച് സ്തുതിക്കാം. 8 ശിഷ്യൻ അപ്പോസ്തലന്മാരുടെ പേരുകൾ നിങ്ങൾ പഠിച്ചു. കാണുന്നവരടുത്തൊക്കെ യേശു പറയുകയാണ്, എന്നെ അനുഗമിക്കുക. ദൈവശാസ്ത്രജ്ഞന്മാർ അതിന് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: മത്തായിക്ക് ഉണ്ടായിരുന്ന ജോലി അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം യേശുവിൻ്റെ പുറകെ പോകാൻ തീരുമാനിച്ചു. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നഷ്ടമായതും കണ്ടെത്തിയതും നാം ശ്രദ്ധിക്കണം. സുഖകരമായ ഒരു ജോലി മത്തായിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹം യേശുവിൽ ഒരു സ്പേസ് കണ്ടെത്തി. നല്ല വരുമാനം നഷ്ടപ്പെട്ടു, പക്ഷെ ബഹുമാനം കണ്ടെത്തി. സുഖകരമായ ഒരു സുരക്ഷ നഷ്ടപ്പെട്ടു, പക്ഷെ അദ്ദേഹം ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒരു സാഹസികത കണ്ടെത്തി. അദ്ദേഹം തൻ്റെ നികുതി പിരിവുകാരുടെ മേശ വിട്ടുപോയി. പക്ഷെ അതിൽ നിന്ന് ഒരു കാര്യം മാത്രം അദ്ദേഹം എടുത്തു. മത്തായിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അതിൽ നിന്ന് ഒരു കാര്യം മാത്രം അദ്ദേഹം എടുത്തു: അദ്ദേഹത്തിൻ്റെ പേന. ഗലീലിയൻ മത്സ്യത്തൊഴിലാളികളായ മറ്റപ്പോസ്തലന്മാർക്ക് എഴുതുന്നതിലും വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതിലും വലിയ വൈദഗ്ധ്യമില്ലാതിരുന്നതിനാൽ, മത്തായിക്ക് തൊഴിൽ പേന ഉപയോഗിക്കാൻ പഠിപ്പിച്ചതിനാൽ, മത്തായിയുടെ തൊഴിൽ പേന ഉപയോഗിക്കാൻ പഠിപ്പിച്ചതിനാൽ, യേശുവിൻ്റെ പഠിപ്പിക്കലുകളുടെ ആദ്യ കൈപ്പുസ്തകം രചിക്കാൻ ആ വൈദഗ്ധ്യം മത്തായി ഉപയോഗിച്ചു. ലോകം ഇതുവരെ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായി ഈ പുസ്തകം ഇന്നും കണക്കാക്കപ്പെടുന്നു. അതാണ് മത്തായി സുവിശേഷം. നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ആമേൻ. യേശുവിൻ്റെ പുറകെ വന്നാൽ നിന്റെ അവസ്ഥയ്ക്ക് കർത്താവ് എങ്ങനെ മാറ്റം വരുത്തുമെന്ന്. മത്തായി യേശുവിനെ അനുഗമിച്ചത് കൊണ്ട് മാത്രമാണ് ലോകമെമ്പാടും കഴിഞ്ഞ 2000 വർഷമായി ഈ പുസ്തകത്തെ ബഹുമാനിക്കുന്നതും ജനം മുത്തമിടുന്നതും ഈ പുസ്തകത്തെ വിശുദ്ധ ഗ്രന്ഥമായി പറയുന്നതും. മത്തായി നിന്റെ പുസ്തകത്തെ വിശുദ്ധ ഗ്രന്ഥമായി കാണുന്നതും. അല്ലെങ്കിൽ നീ എഴുതിയ കണക്കുകൾ ചവറ്റുകുട്ടയിലെറിഞ്ഞ് കത്തിച്ച് കളയുമായിരുന്നു. പക്ഷെ നീ യേശുവിൻ്റെ ചരിത്രം എഴുതിയത് കൊണ്ടാണ് ലോകം മുഴുവനും മത്തായി ഇന്നും അറിയപ്പെടുന്നത്. യേശുവിനെ അനുഗമിച്ചു. 8 പേരായി. ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞ എല്ലാവരും 8 പേരാരൊക്കെയാണ്? നമ്പർ 1 ഉറക്കെ പറഞ്ഞേ. പത്രോസ്, ആന്ത്രയോസ്, ഫിലിപ്പോസ്, നാഥനയേൽ, യാക്കോബ്, യോഹന്നാൻ, മത്തായി, തോമസ്. ഹല്ലേലൂയ! മത്തായി ഒരു വലിയ പണക്കാരനാണ്, പിരിവുകാരനാണ്, ചുങ്കം വലിയ ധനവാനാണ്. അദ്ദേഹം തൻ്റെ വീട്ടിൽ ഒരു വലിയ സദ്യ ഒരുക്കി, ഒരു വലിയ ഫീസ്റ്റ് ഒരുക്കി. തൻ്റെ സുഹൃത്തുക്കളെല്ലാവരും വിളിച്ചു. ഒരുപാട് പണമുണ്ടാകുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും, വഴിവിട്ട സുഹൃത്ത് ബന്ധങ്ങളുണ്ടാകും. അങ്ങനെ തൻ്റെ സുഹൃത്തുക്കളായ വ്യഭിചാരിണികളെയും പാപികളെയും മറ്റു ചുങ്കക്കാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി. ഇത് എഴുതിയിരിക്കുന്നത് മത്തായി 9-ാം അധ്യായത്തിലാണ്. 9-ാം അധ്യായത്തിലാണ്. അങ്ങനെ മത്തായി ഇവരെല്ലാവരെയും വിളിച്ചു വരുത്തി. കാരണം മത്തായിക്ക് തൻ്റെ ജീവിതത്തിൽ വന്ന സാക്ഷ്യം പറയണമായിരുന്നു. വിളിച്ചു വരുത്തി യേശുവിനെയും വിളിച്ച് ഒരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിങ്ങിൽ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. ആ വീട്ടിൽ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആ മീറ്റിങ്ങിൽ എഴുന്നേറ്റ് മത്തായി സാക്ഷ്യം പറഞ്ഞു. യേശു പ്രസംഗിച്ചു. ഒരുപാട് രോഗികൾ സൗഖ്യം പ്രാപിച്ചു. മത്തായി 9-ൽ അത് വിശദമായി 9-ലും 10-ലും വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ എന്താണ് നടന്നതെന്ന്. മത്തായിയുടെ വീട്ടിൽ നടന്ന കൂട്ടായ്മ. ആൾക്കാർ പരിഹസിച്ചു, ഇവൻ ചുങ്കക്കാരോടും വേശ്യമാരോടും ഭക്ഷണം കഴിക്കാൻ പോയി എന്നൊക്കെ കളിയാക്കി. പക്ഷേ മത്തായി മൈൻഡ് ചെയ്തില്ല. മത്തായിയുടെ വീട്ടിൽ ആ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ മത്തായിയുടെ മറ്റൊരു സഹോദരൻ ഉണ്ടായിരുന്നു. മത്തായിയുടെ സ്വന്തം സഹോദരൻ, അപ്പൻ്റെ മകൻ, അമ്മ വ്യത്യാസം. ആ സഹോദരൻ ഒരു കൊച്ചു പയ്യനാണ്, ചെറിയ പയ്യൻ. ആ പയ്യൻ്റെ പേരാണ് ചെറിയ യാക്കോബ്. ചെറിയ യാക്കോബ്, എല്ലാവരും അവനെ ചെറിയ യാക്കോബ് എന്ന് വിളിച്ചിരുന്നു. അപ്പൻ സെയിം അൽഫായി തന്നെയാണ്. മത്തായി അല്ലെങ്കിൽ ലേവിയുടെ അപ്പൻ അൽഫായിയുടെ
മകൻ ചെറിയ യാക്കോബ്. എല്ലാവരും അദ്ദേഹത്തെ ചെറിയ യാക്കോബ്, ജെയിംസ് ദ ലെസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. ചെറിയ യാക്കോബ്, കൊച്ചു പയ്യനായതുകൊണ്ട് ചെറിയ യാക്കോബ് എന്ന് വിളിച്ചിരുന്നു. ഈ യാക്കോബിൻ്റെ ഉത്തമ സുഹൃത്തുണ്ട്. യാക്കോബിനോട് കൂടെ എപ്പോഴും നടക്കുന്ന ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ പേര് തദ്ദായി എന്നാണ്. ചെറിയ യാക്കോബും തദ്ദായിയും. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ചെറിയ യാക്കോബും തദ്ദായിക്ക് വേറൊരു പേരൂടെയുണ്ട്, ഇസ്കൊരിയാവല്ലാത്ത യൂദ. യൂദ എന്നാണ് പേര്, പക്ഷെ മറ്റേ ഇസ്കൊരിയാവ് യൂദയല്ല, വേറൊരു യൂദ. തൽക്കാലം തദ്ദായി എന്ന് പറഞ്ഞാൽ മതി. ചെറിയ യാക്കോബും തദ്ദായിയും ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ചെറിയ യാക്കോബ് എന്ന് പറയുന്ന ആള് മത്തായിയുടെ തന്നെ ഒരു സഹോദരനാണ്. അപ്പം ഈ മത്തായി വലിയ പണക്കാരനാണ്. തൻ്റെ കൊച്ചു സഹോദരനെ കൂടെ വിളിച്ചിരുന്നു, നീയും വാടാ, നിന്റെ കൂട്ടുകാരനെ കൂടെ കൂട്ടിക്കൊണ്ടുവാ, ആ തദ്ദായി ഇല്ലേ അവനെയും കൊണ്ടുവാ. അങ്ങനെ ചെറിയ യാക്കോബും തദ്ദായും കൂടെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. യേശു പ്രസംഗിക്കുകയാണ്. പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ യേശു ആ കൊച്ചു പയ്യൻ്റെ അടുക്കിലേക്ക് പോയി. തീരെ കുഞ്ഞു പയ്യനൊന്നും ആയിരിക്കില്ല, ഒരു യുവാവാണ്. ചെറിയ യാക്കോബ് തദ്ദായിയുടെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെയുണ്ട്, സുഖമാണ്? ചെറിയ യാക്കോബിന് വലിയ സന്തോഷമായി കാണും അല്ലേ? ഇത് സന്തോഷമായി കാണും, വലിയ സന്തോഷമായി. അവൻ ചാടി എഴുന്നേറ്റ് നിന്നിരിക്കും. ഓ, യേശു എൻ്റെ അടുക്കൽ വന്നു, യേശു വന്നു, യേശു എന്നെ തൊട്ടു. വളരെ ഹാപ്പിയായി കാണും. ആർക്ക്? ചെറിയ യാക്കോബിന്. ഞാനും ഒരു ചെറിയ യാക്കോബിനെ അന്വേഷിച്ച് കിടക്കുക, ഇവിടെ പിള്ളേരൊന്നും ഇല്ല. അങ്ങനെ ഈ യാക്കോബിനെ കിട്ടി. ഇവനെ കണ്ടു. നീ എവിടെ നിന്നാ വരണേ? യേശു ചോദിച്ചു, മക്കളെവിടെ നിന്നാ വരണേ? ചെറിയ യാക്കോബ്. അപ്പോൾ അവൻ പറഞ്ഞു, നിനക്ക് കൂടെ ആരാ വന്ന? കൂടെ ഒരുത്തൻ ഇരിപ്പുണ്ട്. നീ ആരും കൊണ്ടുവന്നില്ലേടേ? നീ തൽക്കാലം എണീര്. ആ പറഞ്ഞു, കൂടെ ഒരുത്തൻ എൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ തദ്ദായിയ. യേശു രണ്ടുപേരെയും നോക്കിയിട്ട് പറഞ്ഞു, നീയും എന്നെ അനുഗമിക്കുക, ഫോളോ മീ, ഫോളോ മീ. ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വലിയ പേരും കാര്യങ്ങളും ഒന്നുകൂടെ എഴുതിയിട്ടില്ല. ചെറിയ യാക്കോബേ, തദ്ദായി, നീയും എന്നെ അനുഗമിക്കുക. എന്ത് സംഭവിച്ചെന്നറിയത്തില്ല. സംതിങ് ഹാപ്പൻ ടു ദം. അവരിലും ചില മാറ്റങ്ങൾ വരികയാണ്. അവരും യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. നമ്മുടെ കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. ശരത്തും മോൻ്റെ പേരെന്തോടെ? ആനന്ദം. മോനല്ലേ? മോനും. ഇരിക്കും, മക്കളിരിക്കും. അവർ രണ്ടുപേരും യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങി. അപ്പോൾ എത്ര പേരായി? 10 പേരായി. ആരൊക്കെയാണ്? പത്രോസ്, ആന്ത്രയോസ്, ഫിലിപ്പോസ്, നാഥനയേല്, യാക്കോബ്, യോഹന്നാൻ, മത്തായി, തോമസ്, ചെറിയ യാക്കോബ്, തദ്ദായി. പേര് മറക്കരുത്, തദ്ദായി. വലിയ അത്ഭുതങ്ങൾ ചെയ്ത ആളാ തദ്ദായി. തദ്ദായിയുടെ കഥ പിന്നെ പറയാം. ദൈവം അദ്ദേഹത്തെ ശക്തമായിട്ട് ഉപയോഗിച്ചു. അർമേനിയയിൽ മിഷണറി ആയിട്ട് പോയി, കർത്താവിൻ്റെ രക്തസാക്ഷിയായി തീർന്നു തദ്ദായി. ഇവർ രണ്ടുപേരും കൂടെ യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. അവിടെ വെച്ച്, ആ മീറ്റിങ്ങിൽ വെച്ച്. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന് 10 അപ്പോസ്തലന്മാരായി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ വാർത്ത അവിടെ ഭയങ്കരമായിട്ട് പടരുകയാണ്. യേശുവും 10 അപ്പോസ്തലന്മാരുമായിട്ട് നടക്കുകയാണ്. അല്ലെങ്കിൽ യേശു തിരഞ്ഞെടുത്ത രീതിയാണ് ഞാൻ പറയുന്നത്. അതേസമയം അവിടെ അതേ രാജ്യത്തിൽ, അതേ ഇസ്രായേലിൽ മറ്റൊരു കലഹം നടക്കുകയാണ്. ഒരു വലിയ റെവല്യൂഷൻ, ഒരു വലിയ ബഹളം നടക്കുകയാണ്. ആ ബഹളത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ബറബാസ്. നമ്മുടെ ഇന്നത്തെ കാലത്തൊരു നക്സലൈറ്റ്, മാവോയിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയാം. നല്ല കാര്യമാണ് അവരുടെ ദർശനം. അപ്രോച്ച് കുറച്ച് വ്യത്യാസമാണ്. ആൾക്കാരെ കൊല്ലുക, ഉപദ്രവിക്കുക ഒക്കെയാണ്. പക്ഷേ നല്ല പ്രിൻസിപ്പിളാണ്. സമത്വം വരണം, അടിമത്വം മാറണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ പേര് എരിവുകാർ എന്നാണ്. എന്താണ്? എരിവ്, എരിവ്, എരിവ്. സെലറ്റ് ഗ്രൂപ്പ്, സീൽ, ഭയങ്കര എരിവോടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണത്. ഒരു റെവല്യൂഷണറി പാർട്ടിയാണത്. അവരുടെ പേര് എരിവുകാർ. ആ എരിവുകാരുടെ നേതൃത്വം വഹിക്കുന്നത് ബറബാസാണ്. ആ ബറബാസിൻ്റെ ഭയങ്കര ശക്തനാണ് അദ്ദേഹം. നാട്ടിലൊക്കെ ഭയങ്കര പേരാണ്. ആൾക്കാരെ അടിക്കുക, കൊല്ലുക, സാധാരണക്കാരെ അല്ല, റോമൻ രാഷ്ട്രീയക്കാരെ അടിച്ചമർത്തുന്നവരെ, എളിയവരെ ഉപദ്രവിക്കുന്നവരെയൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ഈ ബറബാസിൻ്റെ ഒരു ജോലിയായതുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ബറബാസ്
യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. തൻ്റെ കൂടെ 2 ശിഷ്യന്മാരെ കൂടെ കൊണ്ടുവരികയാണ്. ബറബാസിൻ്റെ 2 ശിഷ്യന്മാർ. ഒരാളുടെ പേര് ശീമോൻ, മറ്റാളുടെ പേര് ഇസ്കോരിയാത്ത് യൂദ. ബറബാസിൻ്റെ ശിഷ്യന്മാരാണ്, മിടുക്കന്മാരാണ്. ആ ശീമോൻ, എരിവുകാരനായ ശീമോൻ എന്ന് പറയുന്ന അയാളാണ്. ആക്രമിക്കാൻ കഴിവുള്ള, ശക്തനായ, കായിക ബലമുള്ള ബറബാസിനോടൊപ്പം നടക്കുന്ന എരിവുകാരനായ ശീമോനും പൈസയുമൊക്കെ സൂക്ഷിക്കുന്ന ട്രഷററായ ഇസ്കോരിയാത്ത യൂദയും 2 പേരും കൂടെ ബറബാസ് കൂട്ടിക്കൊണ്ടുവരികയാണ് യേശുവിനെ കാണാൻ. ഒരു നെഗോസിയേഷൻ മീറ്റിംഗ് നടക്കുകയാണ്, രഹസ്യ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ യേശുവിനോട് ബറബാസ് പറയുകയാണ്, യേശുവേ, നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. എൻ്റെ ബുദ്ധിയും നിന്റെ ശക്തിയും. നീ അത്ഭുതങ്ങൾ ചെയ്യുന്നു, ആൾക്കാരെ കൂട്ടുന്നു, എൻ്റെ ബുദ്ധി പ്രയോഗിക്കുന്നു. നമുക്ക് റോമ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് നമുക്ക് ഭരണം കയ്യിലെടുക്കാം. ഇതാണ് ബറബാസിൻ്റെ ചിന്ത. യേശു ബറബാസിനോട് പറഞ്ഞു, ബറബാസേ, എൻ്റെ രാജ്യം ഐഹികമല്ല. ഞാൻ രാജ്യം സ്ഥാപിക്കാൻ വന്നത് ഈ രാജ്യമല്ല. ബറബാസ് പറഞ്ഞു, യേശുവേ, നന്നായിട്ട് ചിന്തിക്ക്. നമുക്കൊരുമിച്ച് വർക്ക് ചെയ്യാം, കൈ കൊടുക്ക്. നീ ഒരുപാട് ആൾക്കാരെ കൂട്ടുന്നുണ്ട്. നിന്റെ ശക്തി എൻ്റെ ബുദ്ധിയും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് റോമൻ ഭരണം പിടിച്ചെടുക്കാം. യേശു പറഞ്ഞു, ഐ ആം സോറി ബറബാസ്, നിന്റെ വഴിയല്ല എൻ്റെ വഴി, നിനക്ക് പോകാം. ബറബാസിന് ദേഷ്യമായി. ബറബാസ് നല്ലവണ്ണം ആലോചിക്കുക, ഒരു സമയം വരും. ബറബാസ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സംസാരമെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് പോകാം, വരൂ. ഇവൻ്റെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. യേശു പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല. 2 കൂട്ടുകാരെയും പിടിച്ച് ബറബാസ് ദേഷ്യത്തോടെ നടക്കാൻ തുടങ്ങുമ്പോൾ യേശു ബറബാസിനോട് പറഞ്ഞു, ബറബാസേ, നിനക്ക് ഒരു സമയം വരും. നിന്റെ സഹായത്തിനായി ആ സമയം ഞാൻ നിന്റെ അടുക്കലെത്തും. നിനക്കൊരു സമയം വരും, അപ്പോൾ നിന്റെ സഹായത്തിനായി ഞാൻ നിന്റെ അടുക്കൽ എത്തും. ഇപ്പോൾ നിന്റെ സമയം വന്നിട്ടില്ല, നിനക്ക് പോകാം. ബറബാസ് ദേഷ്യത്തോടെ നടന്നു പോകുന്നു. കുറേ ദൂരം താൻ പോയിട്ട്, തൻ്റെ കുതിരപ്പുറത്താണ് വന്നത്, കുറച്ചു ദൂരം പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 2 കൂട്ടുകാരെയും കാണാനില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ കൂട്ടുകാർ 2 പേരും യേശുവിൻ്റെ അടുക്കൽ തന്നെ നിൽക്കുന്നു. എന്തു പറ്റി ശീമോനെ, യൂദ, എന്തു പറ്റി? അവർ പറയുന്നു, ബറബാസ്, വെരി സോറി, എന്തോ സംഭവിച്ചിരിക്കുന്നു. ഇന്നു മുതൽ ഞങ്ങൾ 2 പേരും യേശുവിനെ അനുഗമിക്കാൻ പോകുന്നു. നിനക്ക് പോകാം. അഴിമതിയും അക്രമവും വയലൻസും ഒന്നും ഞങ്ങൾക്കിനി നിൻ്റെ കൂടെ വരാൻ താല്പര്യമില്ല. ഞങ്ങൾ യേശുവിൻ്റെ പിറകെ പോകാൻ പോകുന്നു. അങ്ങനെ എരിവുകാരനായ ശീമോനും യൂദയും കൂടെ യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങുന്നു. യേശുവിനെ അനുഗമിക്കാൻ ധാരാളം പേര് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് ഈ 12 പേരെയും യേശു അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുക്കുന്നു. കാണുന്നവരോടൊക്കെ യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ആരെല്ലാം യേശു എന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞോ, അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വീണു. പലരും യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ യേശുവിന് 12 അപ്പോസ്തലന്മാരുണ്ടായി. തന്നോടുകൂടെ ഇരിക്കാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും അധികാരമുണ്ടാക്കേണ്ടതിനും അവരെ കർത്താവ് നിയോഗിച്ചു അയച്ചു. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെ അത് എഴുതിയിരിക്കുന്നു. 12 പേരുടെയും പേര് പഠിച്ചവർ കൈയുയർത്തി. ഉറക്കെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഓരോന്നായിട്ട്. 1, ഉറക്കെ പറഞ്ഞേ. പത്രോസ്, ആന്ത്രയോസ്, ഫിലിപ്പോസ്, നാഥനയേൽ, യാക്കോബ്, യോഹന്നാൻ, മത്തായി, തോമസ്, ചെറിയ യാക്കോബ്, തദ്ദായി, എരിവുകാരനായ ശീമോൻ, ഇസ്കോരിയാത്ത യൂദ. ഒരിക്കൽ കൂടെ ചേർന്ന് പറഞ്ഞ എല്ലാവരും പഠിച്ചു. ഇപ്പോൾ ഏകദേശം പേര് പഠിച്ചു. ഞങ്ങൾ അടുക്കിലേക്ക് വരാൻ പോവുക. ഒരിക്കൽ കൂടെ ചേർന്ന് പറഞ്ഞേ. പത്രോസ്, ആന്ത്രയോസ്, ഫിലിപ്പോസ്, നാഥനയേൽ, യാക്കോബ്, യോഹന്നാൻ, തോമസ്, മത്തായി, ചെറിയ യാക്കോബ്, തദ്ദായി, എരിവുകാരനായ ശിമോൻ, ഇസ്കോരിയാത്ത യൂദ. പ്രൈസ് ദി ലോർഡ്.
എത്ര പേരാ പഠിച്ചതിപ്പോൾ? കരം ഉയർത്തി പിടിച്ചേ. കണ്ടോ? ഉയർത്തിപ്പിടിച്ച് നല്ലതായിട്ട് ഉയർത്തിപ്പിടിക്കുക. പഠിച്ചവർ ചുമ്മാ ഉയർത്തിപ്പിടിക്കരുത്. ഇനി നിങ്ങളിത് ഇതിനെക്കുറിച്ച് മറ്റോട് പറയണം, ഈ കഥ പറയണം. യേശുവിനെ കൈ ഉയർത്തന്നിരിക്കട്ടെ. അങ്ങോട്ട് ഞാൻ വരാൻ പോവുക. ഇപ്പം അറിയാം, പലരും കൈ കെട്ടി. ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുക. കാണട്ടെ. സ്തോത്രം. 1-2 തെറ്റിയാലും അച്ഛൻ സഹായിക്കും, കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇത്രയും പേര് പഠിച്ചതിൽ ഒരു 100ഓളം പേര് കൈ ഉയർത്തിച്ചിരിക്കുന്നു. എനിക്ക് വലിയ സന്തോഷം. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ, 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 ആമേൻ. ഈ കഥ നിങ്ങൾ ആൾക്കാരോട് പറയൂ. ഇത് യൂട്യൂബിൽ കിടക്കും. ഈ കഥ പോയി പറയൂ. ആരും എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കണ്ട. ഇത് കേട്ട് പഠിക്കൂ. ആൾക്കാരോട് പറയൂ. യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിക്കൂ. നമുക്കും അനുഗമിക്കാൻ തീരുമാനിക്കാം. 2000 വർഷങ്ങൾക്ക് മുൻപ് കേട്ട ഈ വിളി ഇന്നും തുടരുകയാണ്. അനേകർ യേശുവിൻ്റെ പിറകെ കൂടി യേശുവിനെ അനുഗമിക്കാനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരവസരത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മത്തായി 8:21 മുതൽ 22 വരെ എഴുതിയിരിക്കുന്നു. ഒരാൾ പറഞ്ഞു, കർത്താവേ, ഞാൻ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് വരാം എന്ന് പറഞ്ഞാൽ അപ്പനെ തല്ലിക്കൊന്ന് കുഴിച്ചിടാമെന്നല്ല, അപ്പൻ്റെ കാര്യം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് അപ്പൻ്റെ കാലം കഴിഞ്ഞ് വരാം എന്ന് നമ്മൾ പറയില്ലേ? യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അപ്പൻ്റെ കാലം കഴിയുക എന്ന് പറഞ്ഞതൊരു നിസ്സാരമായ കാര്യമല്ല, ഏറ്റവും വലിയ കാര്യം. യേശു അതിൻ്റെ അർജൻസി പറയുകയാണ്. ദ തിയോളജീസ്, അതിൻ്റെ പിന്നിലുള്ള ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുകയാണ് മുൻഗണന, പ്രയോറിറ്റി, മുൻഗണന. അതിന് വേറൊരു അവസരം കിട്ടത്തില്ല. ഒരിക്കൽ യേശു ലൂക്കോസ് 9:23 പൊതുജനത്തോട് പറഞ്ഞു, പൊതുജനത്തോട് എന്നെ അനുഗമിക്കുക. ആമേൻ. അനേകം സ്ഥലങ്ങളിൽ യേശു വിളിച്ചു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അവസാനമായിട്ടും യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഇന്ന് കർത്താവ് നമ്മളെ വിളിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യേശുവിൻ്റെ അപ്പോസ്തലന്മാരായി യേശുവിൻ്റെ പുറകെ നടന്ന എല്ലാ അപ്പോസ്തലന്മാരെയും ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. പലരും അപ്പോസ്തലന്മാരായി പല രാജ്യങ്ങളിൽ കടന്നുപോയി. ചിലർ രക്തസാക്ഷികളായി മരിച്ചു. നഥനിയേൽ എന്ന് പറഞ്ഞ ആൾ അർമേനിയയിൽ, മെസൊപ്പൊട്ടാമിയയിൽ, പേർഷ്യയിൽ, എത്യോപ്യയിൽ ഒക്കെ പോയി ശക്തമായ മിഷണറി വേല ചെയ്തു. ഫിലിപ്പോസ് ഫിർഗയിലും ടർക്കിയിലും പ്രവർത്തിച്ചു. ഒടുവിൽ അദ്ദേഹത്തെ AD 80 രക്തസാക്ഷിയായി അദ്ദേഹവും മരിച്ചു. ചെറിയ യാക്കോബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷെ അദ്ദേഹം ഈജിപ്തിൽ മിഷണറിയായി പോയി ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. അതുപോലെ തദ്ദായി, ഇസ്കൊരിയവത്തല്ലാത്ത യൂദ, സിറിയയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു ശക്തമായി. മെസൊപ്പൊട്ടാമിയയിലും പേർഷ്യയിലും അർമേനിയയിലുമൊക്കെ അദ്ദേഹം സഭകൾ സ്ഥാപിച്ചു. ഇന്നത്തെ ഇറാൻ, ഇറാഖ് പ്രദേശങ്ങളാണ്. എരിവുകാരനായ ശീമോൻ ദൈവത്തിന് വേണ്ടി ശക്തമായി ഈജിപ്തിലും അതുപോലെ നോർത്ത് ആഫ്രിക്കയിലും പേർഷ്യയിലും ബ്രിട്ടനിലും പ്രവർത്തിച്ചു. നമ്മുടെ തോമസ്, സംശാലുവായ തോമസ് നമ്മുടെ ഇന്ത്യയിൽ വന്നു, നമ്മുടെ സ്വന്തം കേരളത്തിൽ വന്നു. ആമീൻ. ഞാൻ വടക്കേ ഇന്ത്യയിൽ ഒരിക്കൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രായമുള്ള ഒരാൾ, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, ഞാനൊന്ന് തൊട്ടോട്ടെ. ഞാൻ ചോദിച്ചു, എന്തിനാ? അപ്പോൾ പറഞ്ഞു, തോമസിൻ്റെ വിശുദ്ധ പാദങ്ങൾ വീണ സംസ്ഥാനത്തിൽ നിന്ന് വന്ന ആളിനെയെങ്കിലും തൊടാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടാകുമല്ലോ. ബിക്കോസ് ഓഫ് തോമസ് നിമിത്തം ഞാൻ അതിശയിച്ചു പോയി. അങ്ങനെയൊക്കെ ഭക്തിയുള്ളവരുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കേരളത്തിൽ വരണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു, പക്ഷെ സാധിച്ചിട്ടില്ല. എന്നാൽ കേരളത്തിൽ നിന്ന് വന്ന ഒരാളിനെയെങ്കിലും ഞാനൊന്ന് തൊട്ടോട്ടെ, ഒരു മിഷണറിയെ. അദ്ദേഹം ഇവിടെ വന്ന് 7ലധികം സഭകൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹം മരിച്ചു. നമ്മുടെ വിശുദ്ധ സ്ഥലത്ത് വച്ചിരിക്കുന്ന ആ ക്രോസ് ഉണ്ടല്ലോ, കുരിശ്, അതിൻ്റെ പേര് സെൻറ്റ് തോമസ് ക്രോസ് എന്നാണ്. ഇന്ത്യൻ ക്രോസ് എന്നും പറയും. ഒരു ലോട്ടസും അതിൻ്റെ മുകളിലൊരു കുരിശും അതിൻ്റെ മുകളിലേക്ക് പറന്നിറങ്ങുന്ന ഒരു പരിശുദ്ധാത്മാവും, തൃത്വത്തിൻ്റെ അടയാളമാണ് ആ ക്രോസ്.
അതിന് സെൻറ്റ് തോമസ് ക്രോസാണ്. തോമസിൻ്റെ പേരിൽ എവിടെയെല്ലാം സഭകൾ സ്ഥാപിച്ചോ ആ സഭകളെല്ലാം ഇന്ന് വളർന്ന് വലുതായി. മാർത്തോമാ സഭ, ഓർത്തഡോക്സ് സഭകൾ, അതുപോലെ തന്നെ സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭ തുടങ്ങി തോമസിൻ്റെ പേരിൽ പണിതിരിക്കുന്ന എല്ലാ സഭകളും ഇത് നിറഞ്ഞു കവിഞ്ഞ് ജനങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. ലോകം മുഴുവനും നമ്മുടെ നാട്ടിലും തോമസ് വന്നു ചേർന്നു. പ്രൈസ് ദ ലോർഡ്. മൈലാപ്പൂർ എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കിന്ന് പ്രഭാതത്തിൽ ഇവിടെ ഇരിക്കുന്ന ഈ ആശ്രമത്തിലുള്ള ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരും ഒരു അഗ്നിയായി, ഒരു തീയായി മാറട്ടെ. നമുക്കെങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ യേശുവിനോട് ചേർന്ന് നടക്കാൻ പറ്റും? ഇന്നത്തെ ലോകത്ത് കർത്താവിനെ അനുഗമിക്കുക എന്നത് ഒരു വിളി മാത്രമല്ല, അതൊരു വലിയ വെല്ലുവിളിയുമാണ്. ശ്രദ്ധാശൈല്യങ്ങളും ഭിന്നതകളും നിറഞ്ഞ ഈ കാലത്ത്, നിരാശയും വേദനകളും നിറഞ്ഞ ഈ ലോകത്തിനിടയിൽ യേശുവിൻ്റെ കാൽച്ചുവടുകൾ നടക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഞാനൊരു 5-6 കാര്യങ്ങളെ നിങ്ങളോട് പറയട്ടെ. യേശുവിനോട് നമുക്ക് എങ്ങനെ ചേർന്ന് നടക്കാൻ പറ്റും? ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ എനിക്കും അങ്ങയോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ കാര്യം മതി, ഒറ്റ കാര്യം. ഈ ലോകത്തിൽ വേറെ ഒന്നും വേണ്ട, എനിക്ക് യേശുവിനോട് ചേർന്ന് നടക്കാൻ ആഗ്രഹമുണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, ഞാനൊന്ന് കാണട്ടെ. എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പൗലോസ് പറയുന്നു, കാഴ്ചയാലല്ല പിന്നെ വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അതിന് പറ്റിയുള്ള ആയുധങ്ങൾ ഞാൻ പറയട്ടെ, പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് പറയാം. 1, എല്ലാ ദിവസവും ശ്രദ്ധയോടുള്ള വ്യക്തിപരമായ പ്രാർത്ഥനയും ബൈബിൾ വായനയും. ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക. ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക. അരമണിക്കൂർ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നത് ഒറ്റക്കാലിന് നടക്കും പോരാ. ഒറ്റക്കാലം എത്ര ക്ലാസ് നടക്കാൻ പറ്റും? ചിലർ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കത്തില്ല. അവർ ഒറ്റക്കാലിന് നടക്കുന്നത് പോലെ 2 കാലിൽ നടക്കുക. പ്രാർത്ഥിക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക, വായിക്കുക. അരമണിക്കൂർ പ്രാർത്ഥിക്കുക, അരമണിക്കൂർ ബൈബിൾ വായിക്കുക. ഈ സഹോദരിമാർ അന്തം വിട്ട് നോക്കി, അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോകുന്നതാണ്. അരമണിക്കൂർ പ്രാർത്ഥിക്കുക, അരമണിക്കൂർ ബൈബിൾ വായിക്കുക. ഒരു തീരുമാനമെടുത്തേ, ഇന്നൊരു തീരുമാനമെടുത്തേ. ഞാൻ ആദ്യകാലങ്ങളിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ ആൾക്കാരോട് പറയുമായിരുന്നു, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. അത് വലിയ ഉണർവുണ്ടാക്കി. ഇറ്റ് മെയ്ഡ് എ ഗ്രേറ്റ് റിവൈവൽ അമംഗ് പീപ്പിൾ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥനയോടെ ഒരു പഠനം നടത്തി. പഴയ നിയമത്തിലുടനീളം ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ ആത്മീയ ഉണർവ് അല്ലെങ്കിൽ നവീകരണം ഉണ്ടായത് തിരുവചനം വായനയിലൂടെയാണ്. ചില കാര്യങ്ങൾ പറയാം. പുറപ്പാട് 24:3 മുതൽ 8 വരെ മോശ ജനങ്ങൾക്ക് വേണ്ടി ഈ പുസ്തകം വായിച്ചു കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞതെല്ലാം ഞങ്ങൾ ചെയ്യും എന്നവർ ഒരു ഉടമ്പടി എടുത്തു. നമ്പർ 2, യോശുവയുടെ കീഴിൽ ഒരു റിവൈവൽ ഉണ്ടായി, ഒരു നവീകരണം ഉണ്ടായി. യോശുവ 8:30 മുതൽ 35 വരെ. വാഗ്ദത്ത ദേശത്ത് വന്നതിന് ശേഷം യോശുവ ഒരു യാഗപീഠം പണിയുകയും ഇസ്രായേലിലെ മുഴുവൻ സഭയുടെയും പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, വിദേശികൾ എല്ലാവരുടെയും മുൻപാകെ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളും അനുഗ്രഹങ്ങളും ശാപങ്ങളും വായിച്ചു കേൾപ്പിച്ചു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തീരുമാനമെടുത്തു. നമ്പർ 3, 2 ദിനവൃത്താന്തം 17:7 മുതൽ 9 വരെ. യഹോശാബാത്ത് രാജാവിൻ്റെ കാലത്ത് ഒരു വലിയ ഉണർവുണ്ടായി. യഹോശാബാത്ത് യഹൂദയിലുടനീളം ഉപദേഷ്ടാക്കളെ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകവുമായിട്ട് അയച്ചു. അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനത്തിന് ദൈവഭയം വന്നു. അത് ആത്മീക നവീകരണവും സമാധാനത്തെയും കൊണ്ടുവന്നു. നമ്പർ 4, 2 രാജാക്കന്മാർ 22 മുതൽ 23 അധ്യായങ്ങൾ, 2 അധ്യായങ്ങൾ. 2 ദിനവൃത്താന്തം 34-35 അധ്യായം. യോശിയ രാജാവിൻ്റെ കാലത്ത് വലിയ നവീകരണം ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. യോശിയാവ് അനുതാപത്താൽ തൻ്റെ വസ്ത്രം കീറി ആളുകളെ കൂട്ടിവരുത്തി പുസ്തകം ഉറക്കെ വായിച്ച് കേൾപ്പിച്ചു.
ഉടമ്പടി പുതുക്കി. ഇസ്രായേലിൻ്റെ ഒരു നവീകരണമായിരുന്നു അത്. നമ്പർ 5, എസ്രയുടെ നെഹമ്യാവിൻ്റെയും കാലത്ത്, നെഹമ്യാവിൻ്റെ പുസ്തകം 8:1 മുതൽ 12 വരെ, 9:1 മുതൽ 3 വരെ, ശാസ്ത്രിയായ എസ്ര രാവിലെ മുതൽ ഉച്ചവരെ ഇത് വായിച്ച് കേൾപ്പിച്ചു. ലേവ്യർ അതിൻ്റെ അർത്ഥം വിശദീകരിച്ചു. ജനം പൊട്ടിക്കരഞ്ഞു, പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഇതൊരു ദേശീയ മാനസാന്തരത്തിനിടയാക്കി. ഓ ഹല്ലേലൂയ! നാഷണൽ റിവൈവൽ. 6, ഹിസ്കിയാവിൻ്റെ കാലത്ത് 2 ദിനവൃത്താന്തം 29 മുതൽ 31 വരെ, ഹിസ്കിയാവ് ഒരു ദിവസം ആലയം തുറന്നു, പുസ്തകം കണ്ടെത്തി, ന്യായപ്രമാണ വായനയും പെസഹ ആചരണവും പുനഃസ്ഥാപിച്ചു. വലിയ ഉണർവുണ്ടായി. ഷണ്ണൻ, ഒരു ആഫ്രിക്കക്കാരൻ, പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാ ഫിലിപ്പോസിനെ അടുക്കിലേക്ക് അയച്ചു. സ്നാനപ്പെട്ടു. ആഫ്രിക്കയിൽ സഭയുണ്ടായി. കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വായിക്കുക, വായനയിലെ ഉണ്ടായി. ബൈബിൾ വായിക്കുക. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. ഓരോ നവീകരണത്തിലും ദൈവവചനത്തിൻ്റെ പുനർകണ്ടെത്തലും വായനയും നമുക്ക് കാണാൻ സാധിക്കും. ദൈവവചനം വായിക്കാൻ നമുക്ക് തീരുമാനിക്കാം. ഞാൻ പറയാറുണ്ട്, ഓരോ ക്രിസ്ത്യാനിയും എല്ലാ ദിവസവും 7 അധ്യായമെങ്കിലും ബൈബിൾ വായിക്കുക. അരമണിക്കൂർ എടുക്കും. 7 അധ്യായം ബൈബിൾ വായിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ. വലിയ തിരക്കൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അതിരാവിലെ ജോലിക്ക് പോകേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ യാത്രയിൽ വായിക്കുക. യാത്രയിലും വായിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഫ്രീ കിട്ടുമ്പോൾ വായിക്കുക. എഴുന്നേറ്റിരുന്ന് വായിക്കുക, ബൈബിൾ വായിക്കുക. 10 അധ്യായം, ഞാൻ 10 അധ്യായം ബൈബിൾ വായിക്കും ദിവസം. ഇന്നും വായിച്ചു. തിരക്കായിരുന്നെങ്കിലും ഇന്നും വായിച്ചു. വായിക്കുക, പ്രാർത്ഥിക്കുക. അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ബൈബിൾ വായിക്കുക, ഉണർവുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് എല്ലാ ദിവസവും 10 അധ്യായം അല്ലെങ്കിൽ 7 അധ്യായം ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ വലിയ ഉണർവ് നിങ്ങളിൽ ഉണ്ടാകും. യേശുവിനോടൊപ്പം നടക്കാൻ തുടങ്ങുക. എത്ര പേര് തീരുമാനിക്കും, കർത്താവേ, ഞാൻ എൻ്റെ മുടങ്ങിപ്പോയ ബൈബിൾ വായന ഇന്നു മുതൽ പുനരാരംഭിക്കുക. സ്തോത്രം. പിന്നെയും പിന്നെയും വായിക്കുക. ഞാൻ എത്ര വർഷങ്ങളായിട്ട്, 83 മുതലാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത്. 42 വർഷമായിട്ട് വായിക്കുക. എത്ര പ്രാവശ്യം വായിച്ചൊന്നും കണക്കൊന്നുമില്ല. ഞാൻ കണക്ക് കൂട്ടാൻ അല്ല വായിക്കുന്നത്. വായിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ ദൈവം നിന്നോടും ഇന്നും എന്നോട് സംസാരിച്ചു, നാളെയും സംസാരിക്കും. വായിക്കുക. ഒരു തീരുമാനമെടുക്കാൻ നമ്മുടെ കരങ്ങൾ ഉയർത്തി. കർത്താവെ, ഞാൻ വായിക്കാൻ തുടങ്ങിയ ബൈബിൾ 7 അധ്യായം വായിച്ചിട്ട് ഞാൻ ഉറങ്ങും. 10 അധ്യായം വായിച്ചിട്ടേ ഉറങ്ങും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോയി ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി. ഒരു റിവൈവൽ, ഒരു ഉണർവ് ആവശ്യമുള്ളവർ, യേശുവിനോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നവർ, യേശുവിനോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നവർ, ഉള്ളിൽ കത്താൻ ആഗ്രഹിക്കുന്നവർ, അഗ്നിയായി പരിശുദ്ധാത്മാവ് കത്താൻ ആഗ്രഹിക്കുന്നവർ, കർത്താവെ, ഇപ്പോൾ ഈ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ കരം വയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ അടിയനവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ 7 അധ്യായം, 6 അധ്യായം, 5 അധ്യായം, 10 അധ്യായം, എത്രയാണോ നിൻ്റെ മക്കൾ തീരുമാനിക്കുന്നത്, അതിനുള്ള ബലവും ശക്തിയും അഭിഷേകവും ആഗ്രഹവും തീയും ഉള്ളിൽ ഉണ്ടാകട്ടെ. ഈ തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. അവരുടെ കൈയുടെ പുറത്ത് അവിടുത്തെ കൈ വയ്ക്കണമേ. രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. അവർ യേശുവിനോടൊപ്പം നടക്കട്ടെ. വിശ്വാസത്താൽ നടക്കട്ടെ, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത് എന്ന് പറയാൻ ഇവരെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ചേർന്ന് പറയാം, ആമേൻ. നിങ്ങളെ ദൈവം ഒരു അഗ്നിയായി നിർത്തും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. യേശുവിനോടൊപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും തിരുവചനം വായിക്കുക, പ്രാർത്ഥിക്കുക. 2, ക്ഷമയോടും അനുകമ്പയോടും ജീവിക്കുക. എത്രത്തോളം ക്ഷമിക്കാൻ പറ്റുമോ ക്ഷമിക്കുക. എളുപ്പമല്ല. യേശു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായകൊണ്ട് ഇവരോട് ഞാൻ ഇന്നും പ്രാർത്ഥിച്ചു ചിലർക്ക് വേണ്ടി, കർത്താവേ, അവരോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 3, സൗമ്യതയോടെ, താഴ്മയോടെ ജീവിക്കുക. വിജയത്തെയും ശക്തിയെയും വിലമതിക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം. താഴ്മയോടെ ജീവിക്കുന്നതിന് വിലമതിക്കാത്ത ഒരു ലോകമാണ് ഈ ലോകം. എന്നാൽ യേശു നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്, സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോടൊപ്പം നടക്കുവിൻ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പഠിക്കുവിൻ. 3,
സമഗ്രതയും ഞാൻ പറഞ്ഞ പോലെ വിനയവും പരിശീലിക്കുക. ഒന്നാമത് പറഞ്ഞത് പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, ക്ഷമയോടെ നടക്കുക. 3 വിനയവും താഴ്മയും പരിശീലിക്കുക. 4 നീതിക്കും സത്യത്തിനും വേണ്ടി നിൽക്കുക, സത്യവും നീതിയും സംസാരിക്കുക. വളർന്നു വരുന്ന നിസ്സംഗതയുടെ ഈ കാലഘട്ടത്തിൽ യേശു ചെയ്തതുപോലെ ദരിദ്രരെയും ഏകാന്തരെയും കഷ്ടപ്പെടുന്നവരെയും പരിപാലിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. യേശു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ നിന്നു കാപട്യത്തിനും അടിച്ചമർത്തലിനും എതിരെ സംസാരിച്ചു. ഇന്ന് യേശുവിനെ അനുഗമിക്കുന്നതിന് നമ്മുടെ സമൂഹങ്ങളിൽ സത്യം സംസാരിക്കാനും സമാധാനത്തിനായി പ്രവർത്തിക്കാനും കാപട്യമില്ലാതെ ജീവിക്കാനും ഇന്ന് ഒരുപാട് പേര് കള്ളമാണ്, കപടമാണ്, മൂടുപടമാണ്, വെറും മൂടുപടം. അതിൻ്റെ നടുവിലും സത്യത്തോടെ ജീവിക്കാനും കഴിയുന്നവനാണ് യേശുവിനോടൊപ്പം നടക്കുന്നവർ. 5 ജീവിതത്തിലൂടെയും സ്നേഹത്തിലൂടെയും സാക്ഷ്യം വഹിക്കുക. വാക്കുകൊണ്ട് പ്രവർത്തിക്കുക, സംസാരിക്കുക, സാക്ഷ്യം പറയുക യേശുവിന് വേണ്ടി. നമ്മുടെ വാക്കുകൾ പലർക്കും പ്രചോദനം നൽകും, പക്ഷെ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ശിഷ്യത്വത്തെ വെളിപ്പെടുത്തും. വെളിച്ചത്തിനായി ദാഹിക്കുന്ന ഈ ലോകത്ത് നീ അനീതിയോടും പാപത്തോടും അശുദ്ധിയോടും കൂടെ നടക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ നടുവിൽ യേശുവിനോടൊപ്പവും വിശുദ്ധിയോടും ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഈ ലോകം അന്വേഷിക്കുകയാണ്. ഒരു സഹോദരനെ, ഒരു മകനെ, ഒരു മകളെ, ഒരു അപ്പനെ, അമ്മയെ ഈ ലോകം അന്വേഷിക്കുകയാണ്. നിനക്കതിന് തയ്യാറാണോ? ദൈവത്തിൻ്റെ അത്യന്തം കൃപ അതിനാവശ്യമാണ്. കർത്താവ് പറയുന്നു, ദൈവത്തിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവരിൽ താൻ തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുന്നു. കർത്താവ് എന്നെ അതിനു വേണ്ടി ഉപയോഗിക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി നടത്തും. നിങ്ങളുടെ ഒരു ചെറിയ രോഗം സൗഖ്യമാകുന്നതോ, എടുത്തു പറയത്തക്ക, മുൻപിലേക്ക് വിളിച്ച് സാക്ഷ്യം പറയത്തക്ക ഒരു അത്ഭുതം നടക്കുന്നതോ അല്ല ഏറ്റവും വലിയ അത്ഭുതം. അതെല്ലാം ദൈവം ചെയ്യാൻ ശക്തനാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇന്നും ദൈവം ചെയ്യുന്നതാണ്. ഏറ്റവും വലിയ അത്ഭുതം ഈ അന്ധകാരം നിറഞ്ഞ ലോകത്ത് യേശുവിനോടൊപ്പം നടക്കുന്നതാണ്. എവറി ഡേ ഐ വാക്ക് വിത്ത് ജീസസ്, ഐ ഫോളോ ജീസസ്. ഞാൻ യേശുവിനെ അനുഗമിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോടെ താഴ്മയോടെ വിനയത്തോടെ സ്നേഹത്തോടെ ദിവസവും ക്രൂശ് ചുമന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ അത്യധികം ആവശ്യമുള്ള ഈ ലോകത്ത് കർത്താവിൻ്റെ സാന്നിധ്യമായി തീരാൻ നിങ്ങളുടെ വാക്കുകൾ യേശുവിൻ്റെ വാക്കുകളായി മാറും. നിങ്ങളുടെ സാന്നിധ്യം യേശുവിൻ്റെ സാന്നിധ്യമായി മാറും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടിയും കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി അനുഗ്രഹിച്ച് എല്ലാ അനുഗ്രഹങ്ങളോടെയും ഇന്നിവിടെ നിന്ന് നടത്തിക്കൊണ്ടു പോകട്ടെ. പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്നേഹവാനായ കർത്താവേ, യേശുവിനെ അനുഗമിക്കുന്നതിനെക്കുറിച്ചാണ് ഞങ്ങളിന്ന് കേട്ടത്. 12 അപ്പോസ്തലന്മാർ യേശുവിനെ എങ്ങനെ അനുഗമിച്ചെന്നും അവരുടെ ജീവിതത്തിൽ അതെങ്ങനെ അനുഗ്രഹമായി തീർന്നെന്നും ഇന്നും എങ്ങനെയാണ് ഞങ്ങൾ യേശുവിനെ അനുഗമിക്കേണ്ടതെന്നും ഉള്ള സന്ദേശമാണ് അങ്ങയുടെ മക്കളോട് പറയാൻ അങ്ങ് അടിയനെ തന്നത്. അതുകൊണ്ട് അടിയൻ പറഞ്ഞത്, കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങ് പരിപാലിച്ച് നടത്തണമേ. ഇന്ന് ഈ മക്കൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഒരു തീരുമാനത്തോടെ പോകാൻ ഇവരെ സഹായിക്കണമേ. വെറുതെ വന്നു പോകുന്നവരല്ല കർത്താവേ, യേശുവിനെ അനുഗമിക്കുന്നവരാക്കി ഇവരെ മാറ്റണമേ. യേശുവിനെ അനുഗമിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. യേശുവിനെ അനുഗമിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. വി വാണ്ട് ടു ഫോളോ ജീസസ്. ആമീൻ. അങ്ങനെ ഞങ്ങളെ മാറ്റണമേ. ഇന്ന് അതിനു വേണ്ടി ആരെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ അവിടുത്തെ കരം വയ്ക്കണമേ, ബലപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറച്ചയക്കണമേ. രോഗികളായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ. തകർന്ന ഹൃദയങ്ങളെ മുറിവ് കെട്ടണമേ. അടിപ്പിണരായുള്ള സൗഖ്യം കൊടുക്കണമേ. രോഗബന്ധനങ്ങൾ ഇരിക്കുന്ന രോഗബന്ധനങ്ങളെ അഴിച്ചു കളയണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. രോഗമുള്ള ഭാഗത്ത് ആരെല്ലാം കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരെ സൗഖ്യമാക്കി നടത്തണമേ. കടഭാരങ്ങളെ മാറ്റിക്കൊടുക്കണമേ. വീടില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവർക്ക് വഴികൾ തുറന്നു കൊടുക്കണമേ. കുടുംബങ്ങളിൽ പലവിധമായ പ്രശ്നങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരുടെ പ്രശ്നങ്ങൾക്ക് അങ്ങ് തന്നെ പരിഹാരം നൽകണമേ. യേശുവിനെ അനുഗമിച്ചാൽ സകലവും അവിടെ തന്ന് ഞങ്ങളെ നടത്താൻ ശക്തനാണല്ലോ. ഇന്നു മുതൽ അങ്ങയെ മാത്രം പിൻപറ്റാൻ കൃപ തരണമേ. അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. രോഗങ്ങൾ സൗഖ്യമാക്കണം. അവരുടെ കുടുംബത്തിലുള്ള ഇരുട്ടുകൾ മാറ്റിക്കളയണമേ. എല്ലാ അന്ധകാരങ്ങളും മാറണമേ. ഇരുട്ടുകൾ മാറണമേ. അന്ധകാരത്തിൻ ശക്തികൾ മാറ്റിക്കൊടുക്കണമേ.
യേശുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. തലയുടെ രോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയെ ഉണ്ടല്ലോ കർത്താവേ, തലയുടെ ഉള്ളിലുള്ള രോഗം ദൈവം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആശുപത്രിയിൽ പോയി പരിശോധനകൾ കഴിഞ്ഞു, വലിയ ഭയത്തോടെ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. കർത്താവിൻ്റെ കരം ആ വ്യക്തി ഇപ്പോൾ തന്നെ തൊടണമേ. ആ തലയുടെ രോഗം യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരായുള്ള സൗഖ്യം നടക്കട്ടെ. ഒരു സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് നടക്കട്ടെ. പ്രകൃതി അതീതമായൊരു സൗഖ്യം നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അലർജി രോഗത്താൽ ഭാരപ്പെടുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസിനാൽ മുട്ട് മടക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ലാത്ത രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. അങ്ങനെയുള്ള വ്യക്തികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കാൻ അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വരട്ടെ. മുഴകളും ട്യൂമറുകളും അപ്രത്യക്ഷമാക്കണമേ. ക്യാൻസർ രോഗങ്ങൾ സുഖപ്പെടണമേ. കിഡ്നി രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. ലിവർ രോഗത്തെ സുഖപ്പെടുത്തണമേ. ആമേൻ. ബാക്ക് പെയിൻ സൗഖ്യപ്പെടട്ടെ. പുറത്തു പറയാൻ കഴിയാത്ത രോഗത്തോടിരിക്കുന്നവരുണ്ട്, അവർ സൗഖ്യം പ്രാപിക്കണമേ. വയറിനകത്തുള്ള രോഗങ്ങൾ സൗഖ്യമാക്കണമേ. വയറിനകത്തുള്ള രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ മേൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നടക്കട്ടപ്പ. ശരീരത്തിൻ്റെ രോഗങ്ങളിൽ നിന്ന് അത്ഭുത രോഗശാന്തി കൊടുക്കണം കർത്താവേ. ആരെല്ലാം രോഗത്തോടെ ഭാരത്തോടിരിക്കുന്നുവോ രോഗമുള്ള ഭാഗങ്ങളിൽ അവിടുത്തെ കരം വെച്ച് വിടുവിക്കണമേ. സൗഖ്യം പ്രാപിക്കുക. യേശുവിൻ്റെ നാമം പറയുക. ഇങ്ങനെ പറയുക: യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സൗഖ്യം ഏറ്റെടുക്കുന്നു. എന്ന് പറഞ്ഞ് സൗഖ്യം ഏറ്റെടുക്കുക. കർത്താവേ, കണ്ണിൻ്റെ രോഗത്തോടെ പ്രാർത്ഥിക്കുന്നവരെ സൗഖ്യമാക്കണമേ. ഷോൾഡർ രോഗത്താൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, തല തിരിക്കാൻ കഴിയുന്നില്ല, വലിയ ചികിത്സകൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള രോഗങ്ങളുടെ മേൽ അങ്ങയുടെ കരം വെച്ചാൽ അവർ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കും. യേശുവിൻ നാമത്തിൽ ആ രോഗങ്ങളെ മാറിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. അങ്ങനെയുള്ള രോഗങ്ങൾ മാറിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ലിവറിലുള്ള രോഗങ്ങൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. മാറാത്ത മഞ്ഞപ്പിത്ത രോഗത്താൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആ ഡ്രഗ് അഡിക്ഷൻ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മയക്കുമരുന്നിന്റെ കെട്ടിൽ നിന്നും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ദുഷ്ടവഴികളിൽ ആ മക്കൾ പോകരുത്. എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ മാറ്റണമേ. അഭിഷേകം മുഖത്തെ തകർക്കുന്നല്ലോ. അനോയിന്റിംഗ് ബ്രേക്സ് ദ യോക്ക്. അതുകൊണ്ട് ദൈവം തന്ന അഭിഷേകത്തിൽ എല്ലാ നുഖത്തെയും ഞാൻ ശാസിച്ച് ഭത്സിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. അത് മാറിപ്പോകട്ടെ. ദൈവവേലക്കാരാകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരെ ദൈവവേലക്കാരാക്കി മാറ്റണമേ. ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ ഓരോ രോഗങ്ങളോട് പ്രാർത്ഥിക്കുന്നവരെയും സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ മൊത്തമായി വേദനയോടെ രാത്രി ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി അവർ സുഖമായിട്ട് ഉറങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ ഉറക്കമില്ലാതിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി അയക്കണമേ. രാത്രി സുഖമായി ഉറക്കം കൊടുക്കണമേ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, അതുപോലെ സമാധാനത്തോടെ ഉറങ്ങട്ടെ ഇപ്പോൾ മുതൽ യേശുവിൻ നാമത്തിൽ. എല്ലാവരും ചേർന്ന് പറ, ഉറക്കെ പറ, വാ തുറന്ന് പറ, യേശുവിൻ നാമത്തിൽ എന്ന് പറയൂ. യേശുവിൻ നാമത്തിൽ ഉറക്കെ പറ. കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ചു പറ, യേശുവിൻ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഉറക്കെ പറ. വേദനയുള്ള ഭാഗത്ത് കൈവച്ചു പറ, യേശുവിന്റെ നാമത്തിൽ. എല്ലാ ഡൈജഷന്റെ പ്രശ്നങ്ങളും, എല്ലാ വിശപ്പില്ലായ്മകളും കൈവച്ചിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. രോഗങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. എല്ലാ ടോൺസിൽസ് മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. ടോൺസിൽസിന്റെ എല്ലാ ഇൻഫെക്ഷനും മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ജീസസ്. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവ സാന്നിധ്യം വരട്ടപ്പ. ദൈവ സാന്നിധ്യം ഉള്ളതിനാൽ സ്തോത്രം. അവരത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ അവർക്ക് വിശ്വാസം കൊടുക്കണമേ. ഹൃദയങ്ങളിൽ കത്തിച്ചുകൊണ്ടിരിക്കണമേ കർത്താവേ. സ്തോത്രം. ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെ ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങൾ തുറക്കണമേ. പ്രാർത്ഥനയ്ക്ക് വിശ്വാസം കൊടുക്കണമേ. പ്രാർത്ഥിച്ച് ഏറ്റെടുക്കാനുള്ള ആഴമായ ഒരു സമർപ്പണം കൊടുക്കണമേ. എല്ലാവർക്കും കൊടുക്കണമേ. സക്രിയ
യെശയ്യാവ് 12, 10, 11 ഞാൻ പ്രാർത്ഥനയുടെയും കൃപയുടെയും ആത്മാവിനെ പകരും. ഇന്നു മുതൽ ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ പ്രാർത്ഥനയുടെയും കൃപയുടെയും ആത്മാവിനെ അങ്ങയുടെ മക്കളുടെ മേൽ പകർന്നുകൊണ്ടിരിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. വചനം വായിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. വചനം വായിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. വചനം വായിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ആ ഒരു അഭിഷേകം അങ്ങയുടെ മക്കളുടെ മേൽ യേശുവിൻ നാമത്തിൽ അയക്കാൻ പ്രാർത്ഥിക്കുന്നു ഇന്നു മുതൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എല്ലാവരും വായ തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. വായ തുറന്ന് എല്ലാവരും വായ്കളെ തുറന്ന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉറക്കെ സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാ പുരുഷന്മാരും വാ തുറന്ന് ഉറക്കെ സ്തോത്രം. യേശുവേ നന്ദി, നന്ദി, നന്ദി. സ്തോത്രം യേശുവേ എന്ന് പറ. വിടുതൽ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്ക്. നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ഇന്നത്തെ പകൽ അങ്ങയുടെ മക്കളെ പ്രാർത്ഥിച്ചൊടിയൻ അയക്കുന്നു കർത്താവേ. ഒരു വിടുതലോടെ പോകണം. കടന്നതുപോലെ ആരും പോകരുത് കർത്താവേ. ഈ ആശ്രമത്തിൽ ആരെല്ലാം വന്ന് ഈ പ്രാർത്ഥനാ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നുവോ അവരെല്ലാവരും വലിയ വിടുതൽ അനുഭവിച്ചുകൊണ്ട് ആത്മാഭിഷേകത്തോടും പോകണം. ഈ ആശ്രമത്തിൻ്റെ പടി വിട്ടിറങ്ങിപ്പോകുമ്പോൾ സമാധാനവും സൗഖ്യവും കൊടുക്കണം. ഇന്ന് കഴിക്കുന്ന ഭക്ഷണം അവർക്ക് ഔഷധമായി സൗഖ്യമായി മാറണമേ. ആരാണോ അതിന് സ്പോൺസർ ചെയ്തിരിക്കുന്നവർക്ക് വീട്ടിയായി മടക്കി കൊടുക്കണമേ. ഇന്നിവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ഇന്നിവർ വന്നതിൻ്റെ പ്രാർത്ഥനാ ഉദ്ദേശം, അവരൊഴുക്കിയ കണ്ണുനീരിനെല്ലാം മറുപടി കൊടുക്കണമേ. ആമേൻ, സ്തോത്രം. 12 അപ്പോസ്തലന്മാർ ഇറങ്ങി തിരിച്ചതുപോലെ പലരും അങ്ങടെ വിശ്വസിച്ചുകൊണ്ട്, അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചവരാണ്. അവർക്ക് അനേകം മടങ്ങുകളായി അങ്ങ് മടക്കി കൊടുക്കണമേ. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ചേർന്ന് കർത്താവിനോട് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പാടാം. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു. പിന്മാറില്ല, 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 പിന്മാറില്ല. ക്രൂശന്റെ മുൻപിൽ ലോകം എൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ലോകമെൻ പിൻപിൽ. പിന്മാറില്ല, പിന്മാറില്ല, ഓ പിന്മാറില്ല, പിന്മാറില്ല. ആർ കൈവിട്ടാലും പിന്മാറില്ല, പിന്മാറുകില്ല. ആർ കൈവിട്ടാലും പിന്മാറുകില്ല, ആർ കൈവിട്ടാലും പിന്മാറുകില്ല, പിന്മാറില്ല, പിന്മാറില്ല. ആമേൻ. പിന്മാറില്ല, യേശുവിൻ പിൻപേ, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു. പിന്മാറില്ല, പിന്മാറില്ല. ആമേൻ. പിന്മാറില്ല, I have decided to follow Jesus. Amen. Glory to God. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. Amen. No turning back, no turning back. നമ്മള് ആശീർവാദം കഴിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഒരു കാര്യം പറയുകയാണ്. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു എന്നീ പാട്ട് പാടിയപ്പോൾ എനിക്ക് തോന്നി, അങ്ങനെ ഒരു തീരുമാനം ഒരിക്കൽ കൂടെ എടുക്കുന്ന, ഒരിക്കൽ കൂടെ അങ്ങനെ ഒരു തീരുമാനം ഇന്ന് പുതുക്കുന്നവർ ദയവായിട്ട് അത് നിൽക്കുന്ന സ്ഥലങ്ങൾ വിട്ട് കുറച്ചൊന്ന് മുമ്പിലേക്ക് വന്നാട്ടെ. ഈ പാട്ട് പാടിക്കൊണ്ട് വന്നാട്ടെ.
മുമ്പിലോട്ട് വന്ന് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. മുൻപിലേക്ക് വന്ന് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി പാടി നിങ്ങളുടെ സ്ഥലങ്ങളെ വിട്ട് പുരുഷന്മാരും സ്ത്രീകളും ഇവിടെ മുമ്പിലേക്ക് വന്ന് പ്ലീസ് കം ഫോർവേഡ്. മുൻപിലേക്ക് വന്ന് നമുക്ക് മുമ്പിലേക്ക് വരും. ഇങ്ങോട്ട് മുമ്പോട്ട് നിൽക്കും. ഈ പാട്ട് പാടുന്ന സമയത്ത് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കലല്ല വരുന്നത്. കർത്താവേ, യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, യേശുവിന്റെ പുറകെ നടക്കാൻ ഇന്ന് തീരുമാനിക്കുകയാണ്. ഒരിക്കൽ കൂടെ പാടാം, എല്ലാവർക്കും ചേർന്ന് പാടാം, കരം ഉയർത്തിക്കൊണ്ട് പാടാം. യേശുവിൻ പിൻപേ പോകാൻ ഉറക്കെ പാട്. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, പിന്മാറില്ല. ക്രൂശന്റെ മുൻപിൽ ലോകമൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ലോകമൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ ലോകമൻ പിന്മാറില്ല. ഓ പിന്മാറില്ല. No turning back, no turning back. Amen. No turning back, no turning back. No turning back. Hallelujah. No turning back. അനുഗ്രഹിക്കണം കർത്താവേ. 2000 വർഷങ്ങൾക്ക് മുൻപ് പത്രോസും അന്ത്രയോസും ഫിലിപ്പോസും നഥനയേലും യാക്കോബും യോഹന്നാനും തോമസും മത്തായിയും ചെറിയ യാക്കോബും തദ്ദായിയും എരിവുകാരനായ ശീമോനും ഇസ്കറിയോത്ത യൂദയുമൊക്കെ അങ്ങയുടെ വാക്ക് കേട്ട് പുറകെ നടന്നു, അങ്ങയുടെ അപ്പോസ്തലന്മാരായി തീർന്നു. അതുപോലെ എത്രയോ പേര് അങ്ങയെ അനുഗമിച്ചവർക്കെല്ലാം ശിഷ്യന്മാരെന്ന പേരായി, അവർക്കെല്ലാം ക്രമേണ ക്രിസ്ത്യാനികളെന്ന പേരായി. ഞങ്ങൾ അറിയുന്നു, അന്ത്യോക്യയിൽ വെച്ച് അങ്ങയെ അനുഗമിച്ച സമൂഹത്തിന് ക്രിസ്ത്യാനികൾ എന്ന ആൾക്കാരെ വിളിച്ചു. ഇന്ന് കർത്താവെ, ഞങ്ങളെയും ക്രിസ്ത്യാനി എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ യേശുവേ അങ്ങയെ അനുഗമിക്കുന്നവരാണോ എന്ന് സ്വയം ശോധന ചെയ്യാനും അങ്ങയെ അനുഗമിക്കാൻ തീരുമാനിക്കാനും ഈ ആശ്രമത്തിൽ ഒരു ചെറിയ കൂട്ടം പേരായി ഇതാ മുൻപിൽ കൈ ഉയർത്തിക്കൊണ്ടുവന്ന് നിൽക്കുന്നു കർത്താവെ. ഈ എളിയ മക്കൾ അന്ന് മീൻപിടുത്തക്കാരായിരുന്ന എളിയ മക്കൾ തീരുമാനിച്ചതുപോലെ ഈ എളിയ മക്കൾ തീരുമാനിക്കുന്നു യേശുവിനെ അനുഗമിക്കാൻ. അങ്ങയുടെ കരം അവരുടെ മേൽ വയ്ക്കണമേ, ഇവരെ ആശീർവദിക്കണമേ. അങ്ങയെ അനുഗമിച്ചുകൊണ്ട് അന്ത്യം വരെ അങ്ങയോടൊപ്പം ചേർന്ന് നടന്ന് ഈ ലോകത്തിൽ, ഈ പ്രദേശങ്ങളിൽ അവർ ആയിരിക്കുന്ന സ്ഥലത്ത് അവർ യേശുവിനെ അനുഗമിക്കുന്നവൻ എന്ന് ലോകം അറിയപ്പെടത്തക്ക വിധത്തിൽ അവർ യേശുവിനെ അനുഗമിക്കട്ടെ. അതിനുവേണ്ടി അവരെ അഭിഷേകം ചെയ്യണമേ, അഭിഷേകത്തിൽ നിറയ്ക്കണമേ, കൃപാവരങ്ങളിൽ നിറയ്ക്കണമേ. അവർ നിമിത്തം അനേകർ യേശുവിനെ അനുഗമിക്കട്ടെ, ഇവർ നിമിത്തം അനേകർ യേശുവിനെ അനുഗമിക്കട്ടെ, ഇവർ നിമിത്തം അവരുടെ കുടുംബം യേശുവിനെ അനുഗമിക്കട്ടെ, ഇവർ നിമിത്തം ഇന്ത്യ രാജ്യം യേശുവിനെ അനുഗമിക്കട്ടെ, ഇവർ നിമിത്തം ഈ ലോകം മുഴുവനും യേശുവിനെ അനുഗമിക്കട്ടെ, ഇവർ നിമിത്തം ഇവരുടെ സഭകൾ യേശുവിനെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചയക്കുന്നു കർത്താവേ. In the name of Jesus, in the name of Jesus, in the name of Jesus, I bless everyone, and I release the Spirit of God to follow you, Lord. By faith we walk with you. അങ്ങയോട് ഞങ്ങൾ വിശ്വാസത്താൽ നടക്കട്ടെ. ഈ കൊച്ചു മക്കളെ കൊണ്ട് വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരും ദൈവത്തോടൊപ്പം നടക്കട്ടെ. യേശുവിനെ അനുഗമിക്കട്ടെ, യേശുവിനെ അനുഗമിക്കുന്നവരാക്കി മാറ്റണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മോടെല്ലാവരോടും ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ചേർന്ന് പറയാം ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.